Good morning, all. Good morning, Mr. Good morning, ma'am. Good morning. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. കൗണ്ട് വളരെ കുറവാണ്, 18 പേരുള്ളൂ. നമുക്ക് പോർഷൻസ് തീരില്ല, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത. അപ്പൊ 35. ഒരു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്ത് എല്ലാവർക്കും കാണാൻ പറ്റണില്ലേ? ഓക്കെ ഓക്കെ, നമ്മൾ പറഞ്ഞത് ഏതാണ്? അഡ്വാൻറ്റേജ് ഓഫ് എസ്ഒമ. നമ്മൾ ഇത് പഠിച്ചിട്ട് കഴിഞ്ഞില്ലേ? ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ടൈപ്സ് ഫോർമാറ്റ് പറഞ്ഞില്ലേ? അത് പറഞ്ഞ് നിർത്തി, എല്ലാം കഴിഞ്ഞു. ആ പോയിന്റ് അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞില്ല തോന്നുന്നു. മിഡിൽ ഡിജിറ്റ് ഫില്ലിംഗ് വരെ പറഞ്ഞു. മിഡിൽ ഡിജിറ്റ് അത് കഴിഞ്ഞു. അപ്പൊ ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് പറഞ്ഞില്ല. ഓക്കെ, അത് പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, അത് പറയാം നമുക്ക്. ടൈപ്സ് ഓഫ് ഫോർമാറ്റ്. നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സിൽ എങ്ങനെയാണ് റെക്കോർഡ്സുകൾ ഫോർമാറ്റ് ചെയ്യണത്, അതെങ്ങനെയാണ് നോക്കണേ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. അതിന്റെ ഫുൾ ഫോം ആണ് SOMR. എല്ലാവരും അത് അണ്ടർലൈൻ ചെയ്യാം. ഫുൾ ഫോം ചോദിക്കും, SOMR. അഡ്വാൻറ്റേജ് ഓഫ് SOMR. ഓക്കെ, അപ്പൊ ഇത് എടുത്തു. ഓക്കെ, അപ്പൊ അഡ്വാൻറ്റേജ് മതി. ഇത് വീണ്ടും പറയാൻ നമുക്ക് സമയമില്ല, ഒരുപാട് പേര്. ഓക്കെ, അപ്പൊ അഡ്വാൻറ്റേജ് ഓഫ് SOMR. SOMR എന്ന് പറയുന്നത് എന്താ? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ആണ് SOMR. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ ഗുണങ്ങൾ, നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടെന്ന് നോക്കാം. Organizes reports from each source together, making it easy to decide the assessment, treatment and observations a particular department provided. എന്താ പറഞ്ഞേ? ഈ SOMRന്റെ അഡ്വാൻറ്റേജ് പറയണത്. അപ്പൊ എല്ലാത്തിനും അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതെന്താ? ഓർഗനൈസ് റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ സോഴ്സ് ടുഗദർ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ SOMRല്
എങ്ങനെ തന്നെ റെക്കോർഡ്സ് ഒക്കെ ഒരുമിച്ച് വെച്ചാൽ അത് മേക്കിംഗ് ഇറ്റ് ഈസി, നമുക്ക് പെട്ടെന്ന് എടുക്കാനും അതിന്റെ കാര്യങ്ങൾ അറിയാനും അതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓരോന്നും കൊടുക്കാനൊക്കെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പെട്ടെന്ന് നോക്കുമ്പോ എല്ലാം കാണാൻ പറ്റും, എല്ലാം അറിയാൻ പറ്റും ഒരുമിച്ച്. അതൊരു അഡ്വാൻറ്റേജ് ആണ്, അതൊരു ഗുണമല്ലേ. എന്താ പറഞ്ഞേ, ഓർഗനൈസ് റിപ്പോർട്ട്സ് ഫ്രം ഈച്ച് സോഴ്സ്, എല്ലാ സോഴ്സിൽ നിന്നും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്, സെപ്പറേറ്റ് ലാബ്, സെപ്പറേറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരുമിച്ച് റിപ്പോർട്ട്സ് ആക്കി കഴിഞ്ഞാൽ മേക്കിംഗ് ഇറ്റ് ഈസി, അത് നമുക്ക് ഈസി ആയിരിക്കും. അസസ്മെന്റ് ആയാലും ട്രീറ്റ്മെന്റ് ആയാലും ഒബ്സർവേഷൻ ആയാലും പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡഡ് എല്ലാം വേറെ വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എന്ത് ആയാലും അത് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. അതൊരു നല്ലൊരു പോയിന്റ് ആണ്, അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഫസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ആയി പറഞ്ഞിട്ടുള്ളൂ. മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് എന്താ, ഈ റിപ്പോർട്ട്സ് ഒക്കെ ഈച്ച് ടുഗദർ നമുക്ക് ചോദിക്കും. അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിക്കില്ല, പക്ഷെ SOMRന്റെ എന്തെങ്കിലും ഇതില് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് ചോദിക്കും. ഓർഗനൈസ് റിപ്പോർട്ട്സ് ഫ്രം ഈച്ച് സോഴ്സ്, അതെല്ലാം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസി ആണോ, ബുദ്ധിമുട്ടാണോ, ഡിഫിക്കൽറ്റി ആണോ? അല്ല. ഇത് നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നായാൽ പോലും നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ്, അസസ്മെന്റ്, ഒബ്സർവേഷൻ എല്ലാം ഒറ്റ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഡിസ്അഡ്വാൻറ്റേജ് എന്താ നമുക്ക് നോക്കാം. Not possible to rapidly decide all the patient's problems and treatment being given for the patient at a given time, at the data from the different departments are arranged in sections and not in accordance with the problems of the patients or integrated in time sequence. എന്താ പറഞ്ഞേ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാവരും ഒരുമിച്ച് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയാലും പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആയാലും എന്തായാലും ഇതെല്ലാം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കറക്റ്റ് ആയിട്ട് ഒറ്റ ഇതിൽ കിട്ടും, ഒരുമിച്ച് നോക്കാൻ പറ്റും. അതൊരു ഈസി ആയിട്ട് നമ്മൾ അവിടെ പോയി വേറെ ഫയൽ എടുത്ത് നോക്കണ്ട, ലാബിന്റെ എന്താ എക്സ്റേ എന്താന്ന് നമ്മൾ സെപ്പറേറ്റ് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് നോട്ട് പോസിബിൾ ടു ഡിസൈഡ് ഓൾ എല്ലാ പേഷ്യൻസിന്റെയും എല്ലാ ട്രീറ്റ്മെന്റും അതിന്റെ രോഗിയുടെ പ്രശ്നങ്ങള് അതിന്റെ കാര്യങ്ങളൊക്കെ ഓരോ ടൈം അനുസരിച്ചാ. ഗിവൺ ടൈം നമ്മൾ ഒരു ടൈം കൊടുക്കും, ആ പേഷ്യൻസിന് ഓരോ കാര്യത്തിനും ഓരോ സെപ്പറേറ്റ് കാര്യങ്ങളാ. അപ്പൊ അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, അത് സെപ്പറേറ്റ് ആയിട്ടാണ് ആ ഡാറ്റ ക്രമീകരിച്ചേക്കണേ. എങ്ങനെയാണ് ഡാറ്റ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അറേഞ്ച്ഡ്. എങ്ങനെ അറേഞ്ച് ചെയ്തേക്കണേ, ഡിഫറെന്റ് വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ്സിലാണ് വെച്ചേക്കണേ. അങ്ങനെ വരുമ്പോൾ ഈ സെക്ഷൻസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രോബ്ലംസ് ഓഫ് ദ പേഷ്യൻസ് നമുക്ക് ആ സമയത്ത് ഇന്റഗ്രേറ്റഡ് ഇൻ ടൈം സീക്വൻസ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് കറക്റ്റ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ, അത് പല ഡിപ്പാർട്ട്മെന്റിൽ പല ഡാറ്റയിലാണ് കിടക്കണത്. അങ്ങനെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞേ, പേഷ്യൻസിന്റെ പ്രോബ്ലംസ് പ്രശ്നങ്ങൾക്ക് അനുസൃതമായിട്ട് ആ കറക്റ്റ് സമയക്രമത്തിലല്ല ഇത് ഈ ഡാറ്റ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഡാറ്റ എങ്ങനെ ക്രമീകരിച്ചേക്കണേ, സെപ്പറേറ്റ് വിഭാഗങ്ങളായിട്ട് ക്രമീകരിച്ചു. അതുകൊണ്ട് തന്നെ നമുക്കൊരു കറക്റ്റ് ടൈമിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഈ രോഗിയുടെ പ്രോബ്ലംസും ചികിത്സകളൊക്കെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തീരുമാനിക്കാൻ പറ്റില്ല. ആ സമയത്തിനുള്ളിൽ നമുക്കത് തീരുമാനിക്കാൻ പറ്റില്ല. അതാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞേ, നോട്ട് പോസിബിൾ ആണ് ടു റാപ്പിഡ്ലി ഡിസൈഡ് ഓൾ ദ പേഷ്യൻസ്, നമുക്ക് എല്ലാ പേഷ്യൻസിന്റെ കാര്യങ്ങളും പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ, ആ പേഷ്യൻസിന് സെപ്പറേറ്റ് ടൈമാണ്, സെപ്പറേറ്റ് ഡാറ്റയിലാണ്, സെപ്പറേറ്റ് കാര്യങ്ങളാണ്, എല്ലാവരും നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലാണ് അറേഞ്ച് ചെയ്തേക്കണേ. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോയി കളക്ട് ചെയ്ത് പിന്നെ റിസൾട്ട് പോയി വേറെ ഡിപ്പാർട്ട്മെന്റിൽ കളക്ട് ചെയ്ത് അങ്ങനെ സെപ്പറേറ്റ് വരുമ്പോൾ ആ കറക്റ്റ് സമയത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ പേഷ്യൻസിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ടൈം എടുക്കും, കാരണം വേറെ ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഒന്നുമില്ല. എന്താ പറഞ്ഞ അഡ്വാൻറ്റേജ് എന്ന് പറയണത്, ഇതിൽ നമുക്ക് SOMRന്റെ കാര്യങ്ങൾ പറയണം. അതില് സോഴ്സ് ഓറിയന്റഡ് പ്രോബ്ലംസ് ഇതില് നല്ലതും ഉണ്ട് ചീത്തയുണ്ട്, രണ്ടും അതിൽ തന്നെ ഉണ്ട്. അപ്പൊ നല്ലതെന്താ, ഒക്കെ കൂടി ഒരുമിച്ച് ഒരു ഫയലാക്കി വെച്ചേക്കണത് കൊണ്ട് ഏത് ഇത് വന്നാലും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ കുറച്ച് സ്ഥലങ്ങളിൽ ഇത് എങ്ങനെ വെച്ചേക്കണേ, ഡിഫറെന്റ് പാർട്സ് ആയിട്ട് പല പർട്ടിക്കുലർ ഏരിയയില് ഡിഫറെന്റ് അങ്ങനെ എല്ലാവരും സെപ്പറേറ്റ് വെച്ചത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് എന്ത് ചെയ്യാൻ പറ്റൂല, പേഷ്യൻസിന്റെ പ്രോബ്ലംസ് പെട്ടെന്ന് നമുക്ക് ആ ഒരു കറക്റ്റ് സമയത്തിനുള്ളിൽ പെട്ടെന്ന് ഇത് കാണാൻ പറ്റില്ല. അപ്പൊ അതിന് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിൽ. ഓക്കെ, ഇനി നമ്മൾ POMR പഠിച്ചു. POMR എന്തായിരുന്നു നമ്മൾ പഠിച്ചേർന്നത്, എന്താ നമ്മൾ പഠിച്ചേ,
അതിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? POMR, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. എന്താ പ്രോബ്ലം? അപ്പൊ ഇതിൽ അഡ്വാൻറ്റേജിൽ പഠിക്കാനൊന്നുമില്ല. ഓർഗനൈസ് റിപ്പോർട്ട്സ് ഫ്രം ഈച്ച് സോഴ്സ്, എല്ലാ സോഴ്സിൽ നിന്നും ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും? മേക്കിംഗ് ഇറ്റ് ഈസി ടു ഡിസൈഡ് ദ അസസ്മെന്റ്. അത് അണ്ടർലൈൻ ചെയ്യുക. അത് മാത്രമുള്ള അവിടെ അണ്ടർലൈൻ ചെയ്യുക. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ചിലപ്പോൾ ചോദിക്കും. ഓർഗനൈസ് റിപ്പോർട്ട്സ് ഫ്രം ഈച്ച് സോഴ്സ് ടുഗദർ മേക്കിംഗ് ഡാഷ് ടു ഡിസൈഡ് ദ അസസ്മെന്റ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഒബ്സർവേഷൻ. അപ്പൊ ഈസി, ഡിഫിക്കൽറ്റി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് തരും. അവിടെ അത് മാത്രമേ ഓർക്കാനുള്ളൂ. അണ്ടർലൈൻ ചെയ്തിടാ. ടു ഈസി. പിന്നെന്താ ഡിസ്അഡ്വാൻറ്റേജിൽ അങ്ങനെ സെപ്പറേറ്റ് ചോദിക്കാനൊന്നുമില്ല. ഇത് മാത്രമേ ചോദിക്കൂ. ട്രീറ്റ്മെന്റ് ബീയിങ് ഗിവൺ ഫോർ ഗിവൺ ടൈം, സെപ്പറേറ്റ് ടൈം, ഡാറ്റ ഫോർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ അറേഞ്ച്ഡ് സെക്ഷൻ. അതെന്ത് പ്രോബ്ലംസ്, അതെന്തായിരിക്കും? ചിലപ്പോ അങ്ങനെ തന്നെയാണ് അഡ്വാൻറ്റേജ് ആണോ ഇത് ഡിസ്അഡ്വാൻറ്റേജ് ആണോ എന്ന് ചോദിക്കും. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സെപ്പറേറ്റ് ടൈം, സെപ്പറേറ്റ് പേഷ്യൻസിന്റെ കാര്യങ്ങൾ, ട്രീറ്റ്മെന്റ്സിന്റെ അതിന്റെ പ്രോബ്ലംസ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, അങ്ങനത്തെ ഒക്കെ തരണമെങ്കിൽ അത് ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അത് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ പെടാൻ പറ്റില്ല. നമുക്കത് നമുക്ക് തന്നെ പറ്റില്ല. സെപ്പറേറ്റ് പോയി നമ്മൾക്ക് എടുക്കുമ്പോൾ തന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അത് മാത്രം ഓർത്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. അഡ്വാൻറ്റേജ് ആണോ ഡിസ്അഡ്വാൻറ്റേജ് ആണോ എന്ന് ചോദിക്കും. ഓക്കെ, ഇമ്പോർട്ടന്റ് ഒന്നും ഇല്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അടുത്തത് എടുക്കട്ടെ, മനസ്സിലായില്ലേ? ഓക്കെ. POMR എന്ന് വെച്ചാൽ എന്താ? POMRന്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചു. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതിലൊന്നുമില്ല. അതിന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേര്, അതെന്താണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഫസ്റ്റ് എന്താ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബൈ ലോറൻസ് എൽവീഡ്. ഈ POMR എന്നത് പ്രോബ്ലംസ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാരാ? ലോറൻസ് എൽവീഡ്. അണ്ടർലൈൻ ചെയ്തതാ. POMR ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോറൻസ് എൽവീഡ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്താ? ഓക്കെ, പറയണത് അങ്ങനെ അണ്ടർലൈൻ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പൊ ആ അണ്ടർലൈൻ ചെയ്ത് മാത്രം വായിച്ചു നോക്കിയാൽ മതി. ടെക്സ്റ്റ് ഇത് മുഴുവനും വായിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ്, പ്രൊവൈഡ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് documentation to reflect logical thinking on the part of the physician controlling the care of the patient. എന്താ പറഞ്ഞേ? നമ്മൾ പേഷ്യൻസിന് കെയർ കൊടുക്കും. ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് എന്ത് കൊടുക്കും? കെയർ കൊടുക്കും. ആ ഒരു പരിചരണം കൊടുക്കുന്ന ഭാഗത്ത് എന്ത് വേണം? നമ്മൾ റിഫ്ലക്ട് ലോജിക്കൽ തിങ്കിങ്. നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യണം. എന്ത് വരണം? പ്രൊവൈഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ് വരണം. നമ്മൾ കറക്റ്റ് ചിന്തിച്ച് നമ്മൾ അത് വെറുതെ നമ്മളൊരു പേഷ്യൻസിന് കെയർ കൊടുത്താൽ പോരെ. എങ്ങനെ? POMRന്റെ കാര്യമാണ് പറയണേ. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതിന്റെ 3 പോയിന്റ്സാ പറയണത്. ഒരെണ്ണം ഫസ്റ്റ് പറഞ്ഞത് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേര്. രണ്ടാമത് അതിന്റെ മെത്തേഡ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യണേന്ന്. മെത്തേഡ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണേ? റിഫ്ലക്ട് ലോജിക്കൽ തിങ്കിങ്. എങ്ങനെ? അതിന്റെ മെത്തേഡ് documentation of reflect logical thinking on the part of physician controlling the care of the patient. നമ്മൾ പേഷ്യന്റിന് കെയർ കൊടുക്കും, പരിചരണം കൊടുക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യണം. എന്തിനാ? സിസ്റ്റമാറ്റിക് ആയ രീതി നൽകാനായിട്ട്, സിസ്റ്റമാറ്റിക് ആയ ഒരു പ്രൊവൈഡ് മെത്തേഡ് ചെയ്യാനായിട്ട്, ഡോക്യുമെന്റേഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ ലോജിക്കൽ നമ്മൾ എന്ത് ചെയ്യണം? ലോജിക്കലായിട്ട് കറക്റ്റ് ആയിട്ട് യുക്തിയായിട്ട് നമ്മൾ അത് ചിന്തിക്കാം. അതാണ് ഫിസിഷ്യന്റെ കൺട്രോളിൽ വേണം. ആരെ കൺട്രോളിൽ വേണം? ഫിസിഷ്യന്റെ കൺട്രോളിൽ വേണം നമ്മൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു രീതി കൊടുക്കാം. ഒന്നുമില്ല നമ്മൾ അതിൽ പറയണേ. പേഷ്യൻസിനെ നമ്മൾ കെയർ ചെയ്യും. നമ്മളല്ല, ആരാ? ഫിസിഷ്യൻ. ആ ഫിസിഷ്യൻ പേഷ്യൻസിനെ കൺട്രോൾ ചെയ്യണത് എങ്ങനെയാ? എങ്ങനെ കൊടുക്കണ്ടേ? കറക്റ്റ് ചിന്തിച്ച്. ഒരു പേഷ്യൻസിനെ ഡോക്ടർ കണ്ടു, അപ്പൊ തന്നെ പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ആലോചിക്കാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കറക്റ്റ് തിങ്ക് ചെയ്ത് ആ പേഷ്യൻസിന് എന്താണ് ആ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടാവും. നമ്മൾ വയറുവേദനയ്ക്ക് വന്ന പേഷ്യൻസിന് തലവേദനയുടെ മരുന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ആർക്കറിയണം? തിങ്ക് ചെയ്യണം. നല്ലോണം ലോജിക്കലായിട്ട് നമ്മൾ യുക്തിപരമായിട്ട് തിങ്ക് ചെയ്യണം. അത് ആ ഫിസിഷ്യന്റെ കൺട്രോളിലായിരിക്കണം. ഓക്കെ, ഫിസിഷ്യൻ ഡോക്ടർക്ക് കൺട്രോളിൽ അതൊന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും? നമ്മൾ തലവേദനയ്ക്ക് പകരം വയറുവേദനയുടെ മരുന്ന് കൊടുക്കും. അപ്പൊ ഇത് ആർക്കുണ്ടാവും? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണത് സിസ്റ്റമാറ്റിക് ആയിട്ട്, കറക്റ്റ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ആയിരിക്കണം. മെത്തേഡ് ആയിട്ട് ഡോക്യുമെന്റേഷൻ എന്ത് ചെയ്യണം? റിഫ്ലക്ട് ലോജിക്കൽ തിങ്കിങ്. ആ ഭാഗം ചെയ്യണത് ആരാ? ഫിസിഷ്യന്റെ കൺട്രോളിലായിരിക്കണം. ആ ഭാഗത്ത് പാർട്ട് ഓഫ് ദ ഫിസിഷ്യൻ കൺട്രോൾ കെയർ ഓഫ് ദ പേഷ്യന്റ്.
ആ പേഷ്യന്റിനെ കെയർ ചെയ്യണത് ഫിസിഷ്യന്റെ കൺട്രോളിലായിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, കറക്റ്റ് മെത്തേഡ് ആയിരിക്കണം, സിസ്റ്റമാറ്റിക് മെത്തേഡ് പോലെ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് അത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾക്ക് ഒരു പോയിന്റ് വേണ്ടത്, POMR പ്രൊവൈഡ് ചെയ്യണത് ഡാഷ് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ടു റിഫ്ലക്ട് അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ് ചോദിക്കാം, അല്ലെങ്കിൽ അത്രയും തന്നിട്ട് ഫിസിഷ്യന്റെ കൺട്രോളിങ് ഓഫ് ദ കെയർ ഓഫ് പേഷ്യന്റ്. ഫിസിഷ്യൻ കൺട്രോളിംഗ് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്, ലോജിക്കൽ തിങ്കിങ് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്, സിസ്റ്റമാറ്റിക് മെത്തേഡ്. ഈ 3 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിടാം. എങ്ങനെ വല്യെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്താണ് POMR എന്ന് വെച്ചാൽ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ പ്രോബ്ലം ഇല്ലാതിരിക്കാൻ നന്നായിട്ട് ആലോചിച്ച് തിങ്ക് ചെയ്തിട്ട് വേണം. അപ്പൊ നമുക്ക് ഓർക്കാൻ പറ്റില്ല പോയിന്റ്. പ്രോബ്ലംസ് ഓറിയന്റഡ്, സോഴ്സ് ഓറിയന്റഡ് ആണോ പ്രോബ്ലം ഓറിയന്റഡ് എന്ന് നമുക്ക് ഡൗട്ട് വരും. എന്തെങ്കിലും ഇതിനിപ്പോ എന്തെങ്കിലും ഒരു വരി വന്നു കഴിഞ്ഞ് നിങ്ങൾ ഇത് ചിന്തിക്കും, ഇത് പ്രോബ്ലം ഓറിയന്റഡോ സോഴ്സ് ഓറിയന്റഡോ എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാം തിങ്കിങ്. ആ വരിയിൽ ലോജിക്കൽ തിങ്കിങ്, നമുക്ക് തിങ്കിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാ, അപ്പൊ നമ്മൾ ഓർക്കാം പ്രോബ്ലം എന്നത് ഏതാ, നമ്മൾ ചിന്തിക്കാണ്ട് എന്തെങ്കിലും ചെയ്താൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അപ്പൊ അന്ന് ഓർത്ത് നിങ്ങൾ ആ പോയിന്റ് ഓർക്കാം. ഓക്കെ, അപ്പൊ പ്രൊവൈഡ് എങ്ങനെ ചെയ്യണം, സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ, ലോജിക്കൽ തിങ്കിങ് ഓൺ ദ പാർട്ട് ഓഫ് ഫിസിഷ്യന്റെ കൺട്രോൾ കെയർ ഓഫ് ദ പേഷ്യന്റ്, ഫിസിഷ്യൻ കൺട്രോളിംഗ് കെയർ ഓഫ് ദ പേഷ്യന്റ്. ഓക്കെ, കുഴപ്പമില്ലല്ല. മൂന്നാമത്തെ പോയിന്റ് എന്താ, the physician explains and follows each clinical problem individually and organizes them for solution. എന്താ ഇതിൽ പറയണത്, ഫിസിഷ്യൻ എന്ന് വെച്ചാൽ ആ പേഷ്യന്റിനെ നോക്കണ ആരാണോ ഫിസിഷ്യൻ, ഏത് ഫിസിഷ്യനാണോ പേഷ്യന്റ് നോക്കണം, അവര് എന്ത് ചെയ്യണം, ഓരോ ക്ലിനിക്കൽ പ്രോബ്ലം എന്താ വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ഈച്ച് ക്ലിനിക്കൽ പ്രോബ്ലം വ്യക്തിപരമായിട്ട് ഓരോ ക്ലിനിക്കൽ പ്രോബ്ലംസ് ആ ഓരോ പേഷ്യൻസിനെ നോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ആ പേഷ്യൻസിനെ വിശദീകരിച്ച് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ അവരുടെ ഈ ഓർഗനൈസ്ഡ് ഫോർ സൊല്യൂഷൻ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ അവരെ പിന്തുടരണം, ഓർഗനൈസ് ചെയ്യണം. അതിന് ഇപ്പൊ ആ പേഷ്യൻസിനെ കണ്ടു, ആ പേഷ്യൻസ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ട്രീറ്റ്മെന്റിന് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് വേണം, ആ ഡോക്ടറെ പേഷ്യൻസ് പിന്നീട് ആ ഡോക്ടർ മരുന്ന് വാങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ഒബ്സർവേഷൻ കൊടുക്കും, എന്തെങ്കിലും ടെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ആ റിപ്പോർട്ട്സ് ഇൻവെസ്റ്റിഗേഷൻ കിട്ടണ വരെ, ഇപ്പൊ ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ് ലാബിൽ പോയി ബ്ലഡ് എടുത്ത് ബ്ലഡ് കൊണ്ടുവന്ന് വന്ന് അതിനൊരു സൊല്യൂഷൻ കാണണം. അപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ ആര് കാണണം, ഈ ഫിസിഷ്യൻ കാണണം. അപ്പൊ ആ ഫിസിഷ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ഓരോ ക്ലിനിക്കൽ പ്രോബ്ലംസ് ആ പേഷ്യൻസ്. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത്, ക്ലിനിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോ ഡോക്ടറെ കാണുക എന്നുള്ളത് ഫസ്റ്റ് പ്രോബ്ലം. പിന്നെന്താ, ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡോക്ടർ മരുന്ന് എഴുതില്ല, ടെസ്റ്റിന് എഴുതും. യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് വാ, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വാ, അല്ലെങ്കിൽ എക്സ്റേ എടുത്തിട്ട് വാ. അപ്പൊ അതൊക്കെ അതിനുള്ള ഓരോന്നും കാര്യങ്ങൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കണം. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനുള്ള സൊല്യൂഷൻ കാണാൻ പേഷ്യൻസിന് അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാം. അതാണ് മൂന്നാമത്തെ. പ്രോബ്ലംസ് ഓഫ് മെഡിക്കൽ റെക്കോർഡിൽ ഫസ്റ്റ് ചെയ്ത് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള്, പിന്നെ അത് പ്രൊവൈഡ് ചെയ്യണത് സിസ്റ്റമാറ്റിക് മെത്തേഡില് ലോജിക്കൽ തിങ്കിങ് ആയിട്ട് ഫിസിഷ്യന്റെ കൺട്രോളിലായിരിക്കണം കെയർ ഓഫ് ദ പേഷ്യന്റ്. മൂന്നാമത് പറയണെന്താ, ഫിസിഷ്യൻ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ, ഈ ക്ലിനിക്കൽ പ്രോബ്ലംസ് അവരെന്തെല്ലാം ആ പേഷ്യൻസ് അവിടെ വന്ന് ആ ലാബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഓരോ കാര്യങ്ങള് ഇൻഡിവിജ്വൽ ആയിട്ട് വ്യക്തിപരമായിട്ട് അവരെ പേഷ്യൻസിനെ വന്ന് വിശദീകരിച്ച് കൊടുക്കുകയും അതിന്റെ സൊല്യൂഷൻ കാണുകയും വേണം. ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യേ, സ്പീഡ് കൂടുന്നുണ്ടാ? ഓക്കെ, മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞ പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്തിടാം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് പെട്ടെന്ന് നിങ്ങൾക്ക് വായിക്കാം. എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പോയിന്റ് മാത്രം നോക്കിയാൽ മതി, അല്ലാണ്ട് വേറെ പുറത്തുനിന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ പറയണ പോയിന്റ്സ് മാത്രം. ഓക്കെ, ഇനി നെക്സ്റ്റ് ബേസിക് പാർട്ട് ഓഫ് POMR. ബേസിക് പാർട്ട് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട അതിന്റെ അടിസ്ഥാനപരമായ ഭാഗങ്ങൾ ഏതാണ്? POMR നമ്മൾ പഠിച്ചു, പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. അപ്പൊ പ്രോബ്ലം എന്ന് പറഞ്ഞപ്പോ തന്നെ അതില് കുറച്ച് പാർട്സുകൾ ഉണ്ട്. ജനറലി ആയിട്ട് പൊതുവായിട്ടുള്ള പാർട്സ് 4 പാർട്സ് ആണ്. ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻസ് ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്. എന്താ ഡാറ്റാബേസ്, ഓരോന്നിനും ഓരോ ഡാറ്റ അനുസരിച്ച് ഉണ്ടാവും. പിന്നെ പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെന്താ ഇനീഷ്യൽ പ്ലാൻസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്ലാൻസ്, പ്രാരംഭ പ്ലാൻസ്, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ പ്രോഗ്രസ് നോട്ട്, അതിന്റെ പുരോഗതി എങ്ങനെയാണ്, അതിന് റിക്കവർ ഉണ്ടാ, പേഷ്യന്റ് ഇംപ്രൂവ് ഉണ്ടാ, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോഗ്രസിന്റെ നോട്ട്. ഇനീഷ്യൽ പ്ലാൻസ് എന്ന് പറയുമ്പോൾ അവർ എന്തെങ്കിലും
ഇൻവെസ്റ്റിഗേഷൻ, ലാബ്, എക്സ്റേ, ക്ലിനിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ പ്ലാൻസ് ഡോക്ടർമാർ ഓരോന്നിനും ഓരോന്ന് കഴിഞ്ഞിട്ടാണ് ഫൈനൽ ആയിട്ടാണ് ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്യണത്. റിസൾട്ടിന്റെ എല്ലാ റിസൾട്ടും കൊണ്ടുവന്ന് വെരിഫിക്കേഷൻ ചെയ്ത് ഡോക്ടർ അതിന് പഠിച്ച് പേഷ്യന്റിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് ചെയ്യണത്. ഓക്കെ, ഒരു പേഷ്യന്റ് വന്നിരുന്ന് വെറുതെ മരുന്ന് കൊടുക്കാൻ പറ്റൂല. ആ പേഷ്യന്റിന്റെ ജീവന് തന്നെ പ്രശ്നമാവും. അപ്പൊ നമ്മൾ ഡോക്ടർ എന്താണ് ചെയ്യുക? ഇത് ഫിസിഷ്യൻ ചെയ്യണത് ഫുൾ റിസൾട്ട് കൊണ്ടുവന്നു അതിന്റെ ആദ്യം ഡാറ്റാബേസ് നോക്കും, പിന്നെ പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻസ്, പ്രോഗ്രസ് നോട്ട്സ്. അത്രേ ഉള്ളൂ ബേസിക് പാർട്സ് ഓഫ് POMR. നെക്സ്റ്റ് ഡാറ്റാബേസ്. നമ്മൾ ഓരോന്ന് ഈ 4 ലിസ്റ്റുകൾ നമ്മൾ പറഞ്ഞു, അതിന്റെ ഓരോന്നും നമ്മൾ പഠിക്കുകയാണ്. എന്താ ഡാറ്റാബേസ് നോക്കാം. എന്താ database എന്ന് വെച്ചാൽ minimum set of data to be got on every patient that includes chief complaint, present illness, patient profile and associated social data, past history and review of systems, physical examinations of defined content and baseline laboratory data. എന്താ പറഞ്ഞ ഡാറ്റാബേസിൽ ഒക്കെ ഡാറ്റ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എന്താ ഇതിൽ പറഞ്ഞേക്കുന്നത്? മിനിമം ഒരു പേഷ്യൻസിന് നമുക്ക് കിട്ടണം. സാധാരണ ലെവലിൽ നിന്ന് ഏതൊരു പേഷ്യൻസ് ആയാലും മിനിമം ആയിട്ട് അവർക്ക് ആ ഹോസ്പിറ്റൽ അവർക്ക് എന്ത് കിട്ടണം? ഡാറ്റ ടു ബി കോട്ടൺ എവറി പേഷ്യൻസ്, എല്ലാ പേഷ്യൻസിനും കിട്ടണം. എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്? ഒരു പേഷ്യൻസിന് ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ അവർക്ക് സാധാരണ ലെവലിൽ എന്തെല്ലാം കാര്യങ്ങൾ കിട്ടണം, അതാണ് പറഞ്ഞേക്കണേ. ഫസ്റ്റ് തന്നെ എന്താ ചീഫ് കംപ്ലൈന്റ്. എന്താ മുഖ്യ പരാതി? അവർക്ക് എന്തെങ്കിലും മുഖ്യ പരാതി എന്ന് വെച്ചാൽ എന്താ? അവരുടെ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള പരാതിയാണോ? അല്ല. നമ്മള് ചീഫ് കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചീഫ് അവിടുത്തെ ഹോസ്പിറ്റലിലെ ചീഫിന്റെ കംപ്ലൈന്റ് അതല്ല. ചീഫ് കംപ്ലൈന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പറയണത് ആരാ? ഒരു പേഷ്യന്റിന്റെ ഡാറ്റാബേസിനെ കുറിച്ചാണ് ഇവിടെ പറയണേ. അപ്പൊ ആ പേഷ്യന്റിന്റെ മെയിൻ ആയിട്ട് ചീഫ് കംപ്ലൈന്റ് എന്താ? ആ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ എന്തായിട്ടാ വന്നത്, എന്ത് പ്രോബ്ലം ആയിട്ട്, എന്ത് ഹോസ്പിറ്റലിൽ വന്നത് എന്താ? നമ്മുടെ വീടിന്റെ കാര്യം പറയാനാ, നമ്മുടെ സ്വന്തക്കാരുടെ വീട്, അവരങ്ങനെ പോയി ഇങ്ങനെ പോയി, അങ്ങനെ എന്തെങ്കിലും പറയാൻ ആരും ഹോസ്പിറ്റലിൽ വരില്ല. ഹോസ്പിറ്റലിൽ ഒരാൾ വരുന്നത് എന്തായിരിക്കും? ട്രീറ്റ്മെന്റിനായിരിക്കും. അസുഖമായിട്ട് ബന്ധപ്പെട്ടല്ലാണ്ട് വേറെ വീട്ടിലെ കാര്യം പറയാനാ, കല്യാണം വിളിക്കാനാ, അങ്ങനെ ആരെങ്കിലും വരുമോ ഹോസ്പിറ്റലിൽ? ഇല്ല. അപ്പൊ അവരുടെ മെയിൻ ആയിട്ടുള്ള ചീഫ് കംപ്ലൈന്റ്, അവരുടെ ഹോസ്പിറ്റലിൽ വരാനുള്ള മെയിൻ കാരണം. പിന്നെന്താ? പ്രസന്റ് ഇൽനെസ്. ആ പേഷ്യന്റിന്റെ എന്താ ആ സമയത്ത് പ്രസന്റ് എന്താ? അപ്പൊ ആ സമയത്ത് പേഷ്യന്റിന്റെ എന്താ അസുഖം, ഇൽനെസ് എന്താ? പിന്നെന്താ? പേഷ്യന്റിന്റെ പ്രൊഫൈല്. പേഷ്യന്റിന്റെ പ്രൊഫൈൽ എന്ന് വെച്ചാൽ എന്താ? ആൻഡ് അസോസിയേറ്റഡ് സോഷ്യൽ ഡാറ്റ. ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽ ആയ വിവരങ്ങൾ നമ്മൾ ഫസ്റ്റ് മെഡിക്കൽ റെക്കോർഡ്സിൽ പറഞ്ഞിരുന്നു. ഒരു പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ജെൻഡർ നോക്കും, അഡ്രസ് നോക്കും, വയസ്സ് നോക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇതല്ല ഷുഗർ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ഫാമിലി ആയിട്ട് ഷുഗർ ഉണ്ട്, അങ്ങനെ ഫുൾ ഹിസ്റ്ററി. അതാണ് പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. പാസ്റ്റ് ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഈ പേഷ്യന്റിന് ചില അസുഖങ്ങള് സ്വന്തം ഫസ്റ്റ് പാരന്റ്സിൽ നിന്നുള്ള അസുഖം ഓട്ടോമാറ്റിക് എങ്ങനെ വന്നാലും ആർക്ക് വരും? ഈ നമുക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള പാസ്റ്റ് ഹിസ്റ്ററി ആൻഡ് റിവ്യൂ ഓഫ് സിസ്റ്റം. അതിനെന്തെങ്കിലും എന്താ റിവ്യൂ പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ? ഫിസിക്കൽ എക്സാമിനേഷൻസ്. എന്താ ശാരീരികമായ പരിശോധനകൾ, എന്തെങ്കിലും എക്സാമിനേഷൻ ഫിസിക്കലായിട്ട് അവരവിടെ എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടോ? അതിന്റെ കണ്ടന്റ്, അതിന്റെ റിപ്പോർട്ട്സ്, പിന്നെ ബേസ്ലൈൻ ലാബോറട്ടറി ലാബ് റിപ്പോർട്ട്സ്, അങ്ങനത്തെ എല്ലാ ഡാറ്റയാണ് ഡാറ്റാബേസിൽ വരുന്നത്. അപ്പൊ നമുക്കറിയാം ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇതൊരു പേഷ്യന്റിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അത് ഫസ്റ്റ് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കാം. ഡാറ്റാബേസ് ആയാലും പ്രോബ്ലം ലിസ്റ്റ് ആയാലും ഇനീഷ്യൽ പ്ലാൻ ആയാലും പ്രോഗ്രസ് നോട്ട് ആയാലും പേഷ്യൻസിനെ കുറിച്ചാണ്. അപ്പൊ ഇതിലെല്ലാം എന്താ? പേഷ്യൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പൊ ആ പേഷ്യൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങൾ ഏതിലാ വരാ? ഡാറ്റ. നമ്മള് കമ്പ്യൂട്ടറിൽ ഈ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഡാറ്റ വെച്ചേക്കാണ് ഡാറ്റാബേസ്. ഓക്കെ, ഒന്നുകൂടി പറയാം. മിനിമം സെറ്റ് ഓഫ് ആ പേഷ്യന്റിന്റെ സാധാരണ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും പേഷ്യൻസിന്റെ ഹിസ്റ്ററി, ക്ലിനിക്കൽ കംപ്ലൈന്റ്, പ്രസന്റ് ഇൽനെസ്, അതിന്റെ പ്രൊഫൈല്, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടോ, ലാബോറട്ടറി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതെല്ലാനും എന്തിലുണ്ടായിരിക്കും? ബേസ് ലൈൻ ലാബോറട്ടറി എല്ലാനും എന്തുണ്ടാവും? ഈ ഡാറ്റാബേസിൽ ഉണ്ടാവും. അതാണ് ഇൻക്ലൂഡ് ആയ ഡാറ്റാബേസിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, കുഴപ്പമില്ലല്ല. അതിൽ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ ഇത് മാത്രം ഓർത്താൽ മതി. ഇൻക്ലൂഡ് ആയിട്ട് എന്തൊക്കെയുണ്ട്? മിനിമം സെറ്റ് ഓഫ് എവറി പേഷ്യന്റ്, എല്ലാ പേഷ്യൻസിനും മെയിൻ ആയിട്ട് ചീഫ് കംപ്ലൈന്റ് ഉണ്ടാവും.
ഇല്ലസ് ഉണ്ടാവും. പേഷ്യന്റിന്റെ പ്രൊഫൈല് അല്ലെങ്കിൽ അസോസിയേറ്റഡ് ഡാറ്റ, പിന്നെ അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി, പിന്നെ റിവ്യൂ, അതിന്റെ അവലേഖന സിസ്റ്റംസിന്റെ, പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ എന്തെങ്കിലും അവർക്ക് ഫിസിക്കലായിട്ട് പരിശോധിച്ചിട്ടുണ്ടോ, പിന്നെന്താ വേസ്റ്റ് ലാബില് നമ്മൾ ബ്ലഡ് അങ്ങനത്തെ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ലാബോറട്ടറി ഡാറ്റ, ഫുള്ള് ഡാറ്റയാണ്. ഓക്കെ ഓക്കെ, ഒരാളെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, യെസ്, അനിതാക്സും എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഗുഡ്. നെക്സ്റ്റ് പ്രോബ്ലം ലിസ്റ്റ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എന്താ പ്രോബ്ലം ലിസ്റ്റ്. നമുക്ക് നോക്കാം. ഡാറ്റാബേസ് എന്ന് പറഞ്ഞല്ല, നിങ്ങളുടെ മനസ്സിൽ ഡാറ്റകൾ, എല്ലാ ഡാറ്റയും, ഓൾ ഡാറ്റ, അത് അങ്ങോട്ട് കയറ്റാം. നെക്സ്റ്റ് പ്രോബ്ലം ലിസ്റ്റ്. പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും പ്രോബ്ലത്തിന്റെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങൾ ഇല്ലാണ്ട് ഒരാളും ഒരു ഹോസ്പിറ്റലിൽ വരില്ല. അപ്പൊ അതിലെന്താ നോക്കാം. ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഓൺ എ ഫോം പ്ലേസ്ഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ്. നമ്മൾ ഇതൊക്കെ പഠിച്ചതാ, മുമ്പ് നമ്മൾ പഠിച്ചു മെഡിക്കൽ റെക്കോർഡിൽ. പ്രോബ്ലം ലിസ്റ്റിൽ ഫസ്റ്റ് എന്തുണ്ടാവും? കണ്ടെയ്ൻ എന്തുണ്ടാവും? ഒരു ഫോം ഉണ്ടാവും, ഇല്ലേ? പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താ? പേഷ്യൻസിന്റെ ഫുൾ ഡീറ്റെയിൽ എഴുതണ ഒരു ചാർട്ട് നമ്മൾ എടുത്തു. ഫസ്റ്റ് പേജില് പേഷ്യന്റിന്റെ കാര്യങ്ങൾ, വയസ്സ്, പേഷ്യന്റിന്റെ അഡ്രസ്, പേഷ്യന്റിന്റെ അങ്ങനെ ഫുൾ ഹിസ്റ്ററി അടങ്ങിയത് ഒരു ഫസ്റ്റ് പേജില്. സെക്കൻഡ് പേജ് മറിച്ച് കഴിഞ്ഞാൽ ഡോക്ടർക്ക് എഴുതുന്ന കുറിപ്പുകൾ എഴുതുന്ന സാധനം കാണും. അതാണ് പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് റെക്കോർഡിന്റെ മുൻവശത്ത് ഉണ്ടാവും. എവിടെയാണ് ഉണ്ടാവുക? ഇൻ ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ്, ദ ഫ്രണ്ട് ഓഫ് റെക്കോർഡ്, റെക്കോർഡിന്റെ മുൻവശത്ത് ഉണ്ടാവും. അതാണ് പ്രോബ്ലം ലിസ്റ്റ്. ആ ഫോമാണ് പ്രോബ്ലം ലിസ്റ്റ്. റെക്കോർഡിന്റെ മുൻവശത്ത് സ്ഥാപിച്ചുള്ള ഒരു ഫോം. ഓക്കെ, പിന്നെന്താ? അതാണ് ഒന്നാമത്തെ പ്രോബ്ലം ലിസ്റ്റിൽ എന്തുണ്ടാവും? ഫസ്റ്റ് തന്നെ ഒരു ഫോം ഉണ്ടാവും. നെക്സ്റ്റ്, പ്രോബ്ലംസ് ആർ എനിത്തിങ് ദാറ്റ് നീഡ് മാനേജ്മെന്റ് ഓൺ ഡയഗ്നോസ്റ്റിക് വർക്കപ്പ് including medical, social, economic and demographic problem, past and present. എന്താ അതിന് കുറച്ച് പ്രോബ്ലംസ് വരും. എന്തൊക്കെ പ്രോബ്ലംസ് വരും? പ്രോബ്ലംസ് ആർ എനിത്തിങ്. പേഷ്യൻസിന് ഫസ്റ്റ് നമ്മൾ പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, പേഷ്യൻസിന് പല പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ മുഴുവനും അതിൽ എഴുതാം. ഡയഗ്നോസ്റ്റിക് വർക്കപ്പ് എന്ന് വെച്ചാല് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് വർക്കപ്പിന് ആവശ്യമുള്ള എല്ലാ പ്രശ്നങ്ങളും പേഷ്യൻസിന്റെ ഇതിൽ പ്രോബ്ലം നമ്മൾ എന്താ ഫസ്റ്റ് ഫോം പറഞ്ഞു. പിന്നെ ഇതിലുള്ളതാണ് ആദ്യം ഫോം ഉണ്ടായിരിക്കണം, ഫസ്റ്റ് തന്നെ ഒരു ഫോം ഉണ്ടായിരിക്കണം. രണ്ടാമത് നീഡ് മാനേജ്മെന്റ്. ആ മാനേജ്മെന്റ്, അവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ടാവും. ഹോസ്പിറ്റലിൽ എന്താ ഒരു മാനേജ്മെന്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് വർക്കപ്പ് വേണം. എന്നുവെച്ചാല് ആവശ്യമുള്ള എല്ലാ പ്രശ്നങ്ങളും, പേഷ്യൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലുണ്ടാവും. അതിൽ മെഡിക്കല്, സോഷ്യൽ, എക്കണോമിക്, ഡെമോഗ്രാഫിക് പ്രോബ്ലം, പാസ്റ്റ് ആൻഡ് പ്രസന്റ്, ആ ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ആ ഫോം അതുണ്ടാവും. അപ്പൊ നമ്മൾ പറയണത് എന്താ? പ്രോബ്ലം ലിസ്റ്റില് കാര്യം പറയണേ. പ്രോബ്ലം പല പ്രശ്നങ്ങൾ ഉണ്ടാവും. പേഷ്യൻസിന്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെന്താ? മാനേജ്മെന്റിന് പ്രശ്നം ഉണ്ടാവാം. മാനേജ്മെന്റിന് ഹോസ്പിറ്റലിന് പ്രശ്നം ഉണ്ടാവും. ഡോക്ടർമാർക്ക് പ്രശ്നം ഉണ്ടാവും. ഡെമോഗ്രാഫിക് പ്രോബ്ലംസ് ഉണ്ടാവും. അതിന്റെ മുമ്പ് എങ്ങനെയാണോ, പാസ്റ്റ് എങ്ങനെയാണോ, പ്രസന്റ് എങ്ങനെയാണോ, അങ്ങനെ ഉണ്ടാവും. അപ്പൊ പ്രോബ്ലംസ് ആർ എനിത്തിങ് നീഡ് മാനേജ്മെന്റ്. എന്തായാലും ആവശ്യമുള്ള ഡയഗ്നോസ്റ്റിക് വർക്കപ്പ് അതിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ആയതാണ്. മെഡിക്കൽ പരമായിട്ട് ഉണ്ടാവും, സോഷ്യൽ പരമായിട്ട്, എക്കണോമിക് പരമായി, ആൻഡ് ഡെമോഗ്രാഫിക് പ്രോബ്ലംസ്, പാസ്റ്റ് ആൻഡ് പ്രസന്റ്, കഴിഞ്ഞതും ഇപ്പോഴും ചിലപ്പോൾ നടക്കണ്ടാവും. അങ്ങനെയുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് പ്രോബ്ലംസ് ആയിരിക്കും. നെക്സ്റ്റ് മൂന്നാമത്തെ എന്താ? ലിസ്റ്റ് മസ്റ്റ് അഫോം ദ പ്രോബ്ലംസ് അറ്റ് ലെവൽ ഓഫ് ദ ഫിസിഷ്യൻ അപ്രൻഷൻ ഓഫ് ദ പെർട്ടിക്കുലർ പ്രോബ്ലം. എന്താ പറഞ്ഞേ? ഇതിൽ പറഞ്ഞേക്കണത് ലിസ്റ്റ് ഒരു പ്രത്യേക തരത്തില് പ്രോബ്ലംസ് അറ്റ് ദ ലെവൽ ഓഫ് ഫിസിഷ്യൻ. ഇതിലെന്താ പറഞ്ഞേ? ഒരു പ്രത്യേക പ്രശ്നത്തെ കുറിച്ച് എന്തെങ്കിലും ഫിസിഷ്യൻ, ആ പേഷ്യന്റിന്റെ നോക്കണ ഫിസിഷ്യന്റെ എന്തായിരിക്കും അപ്രഹെൻഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ആശങ്ക. പെർട്ടിക്കുലർ പ്രോബ്ലം, എന്തെങ്കിലും ഒരു പ്രശ്നത്തെ കുറിച്ച് എന്തായിരിക്കും ഒരു ആശങ്ക ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോബ്ലത്തെ നമ്മുടെ അതിജീവിക്കുന്നതിന് മുമ്പ് നമുക്ക് ഭയങ്കര ആലോചന, ടെൻഷൻ, ഇത് എങ്ങനെയാണെന്നുള്ള ഒരു ആശങ്ക നമുക്കുണ്ടാവും. അതാണ് അവിടെ പറഞ്ഞത്. ഒരു പ്രത്യേക പ്രശ്നത്തെ കുറിച്ചുള്ള ഫിസിഷ്യന്റെ ആശങ്കാ തലത്തിൽ പ്രശ്നങ്ങള് നമുക്ക് ആ ലിസ്റ്റിൽ ഉണ്ടാവും എന്നാ പറഞ്ഞത്. പേഷ്യന്റ് നമ്മൾ പ്രോബ്ലം ലിസ്റ്റ് അല്ലേ പറയണേ, ആ ലിസ്റ്റില് മറ്റെന്തായാലും എന്തുണ്ടാവും? പ്രോബ്ലംസ് ഉണ്ടാവും. എന്താ? ലെവൽ ഓഫ് ഫിസിഷ്യൻസിന്റെ പ്രോബ്ലംസിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള ആ ഒരു പ്രത്യേക പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പർട്ടിക്കുലർ പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള ഒരു ആശങ്ക
എന്തിൽ ആർക്കുണ്ടാവും? ആ ലിസ്റ്റിൽ ഉണ്ടാവും. ലിസ്റ്റ് മസ്റ്റ് ഫോം ദ പ്രോബ്ലംസ്. ആ ലിസ്റ്റിൽ ഉണ്ടാവും. നമ്മൾ ലിസ്റ്റിൽ ഉണ്ടാവുന്ന കാര്യം പറയണ. ലിസ്റ്റിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ലിസ്റ്റിൽ എന്തുണ്ടാവും? കണ്ടെയ്ൻ ഫ്രണ്ടിൽ തന്നെ ഒരു ഫോം ഉണ്ടാവും. ആ റെക്കോർഡിന്റെ ഫ്രണ്ടിൽ ഒരു ഫോം ഉണ്ടാവും. പിന്നെ പ്രോബ്ലം ലിസ്റ്റിലാണ് പറയണത്. പിന്നെ അതിൽ പ്രോബ്ലംസ്, മാനേജ്മെന്റിന്റെ പ്രോബ്ലം ഉണ്ടാവും, ഡയഗ്നോസ് വർഷപ്പ്. പിന്നെ അതിൽ മാനേജ്മെന്റിന്റെ പ്രോബ്ലം എക്കണോമിക് ആയിട്ട് ഉണ്ടാവാം, സോഷ്യൽ ആയിട്ട് ഉണ്ടാവാം, ഡെമോഗ്രാഫിക് ആയിട്ട് ഉണ്ടാവും. അത്ര കാര്യങ്ങളാണ് രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് എന്താ? ആ ലിസ്റ്റിൽ പിന്നെ എന്തുണ്ടാവും? ഡോക്ടേഴ്സിന്, ഫിസിഷ്യൻസിന് ഈ പ്രോബ്ലംസിനെ തരണം ചെയ്യാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അതെങ്ങനെ അപ്രഹെൻഷൻ ആവും, അതിന്റെ ഒരു ആശങ്ക, ഇതെങ്ങനെ മാറ്റും എന്നുള്ള ഒരു ആശങ്ക, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ ലിസ്റ്റിൽ ഉണ്ടാവും. പിന്നെന്താ പറഞ്ഞേ? പ്രോബ്ലം ലിസ്റ്റ് മേ കണ്ടെയ്ൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് എൻ അബ്നോർമൽ ഫൈൻഡിങ്, ഫിസിയോളജിക് ഡിറ്റക്ഷൻ ഓർ സ്പെസിഫിക് ഡയഗ്നോസിസ്. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു പ്രോബ്ലം ലിസ്റ്റിന്റെ കാര്യം പറയണത്. പ്രോബ്ലം ലിസ്റ്റിൽ നാലാമതുള്ളത് എന്താ? സ്റ്റേറ്റ്മെന്റ് ഓഫ് അബ്നോർമൽ ഫൈൻഡിങ്. എന്താ? അതിൽ അസാധാരണമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണയായിട്ടല്ല, അസാധാരണമായിട്ട് അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും. അസാധാരണമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പിന്നെന്താ? സജീവമായിട്ടുള്ള ഡിറ്റക്ഷൻ, എന്ത് പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും പരിഹരിക്കാൻ അതിനുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ. പിന്നെന്താ? ഒരു രോഗനിർണയം, സ്പെസിഫിക് ഡയഗ്നോസ്റ്റിക്. പ്രത്യേകമായിട്ട് ഈ പേഷ്യന്റിന്റെ ഒരു അസുഖം കണ്ടുപിടിച്ചു, അതിന് നമ്മൾ അതുണ്ടാവും. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് ലിസ്റ്റിൽ നമ്മൾ പ്രോബ്ലം ലിസ്റ്റിൽ ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ ഒരു ഫോം ഉണ്ടാവും. രണ്ടാമത് മാനേജ്മെന്റിന്റെ പ്രോബ്ലം ഉണ്ടാവും. ആ പ്രോബ്ലങ്ങളാണ് മെഡിക്കൽ ആയിട്ടും എക്കണോമിക് ആയിട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞത് രണ്ടാമത്. മൂന്നാമത് ഫിസിഷ്യന്റെ പ്രോബ്ലം ഉണ്ടാവും. ഫിസിഷ്യന്റെ അതൊരു ലിസ്റ്റിൽ എഴുതണം. എന്താണ്? ഈ പ്രത്യേക പ്രോബ്ലത്തെ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് റിമൂവ് ആവണത്, എങ്ങനെ, അതിനുള്ള ഒരു ആശങ്ക, അങ്ങനെ ഒരു പ്രോബ്ലംസ് മൂന്നാമത്. നാലാമത് എന്താ? പ്രോബ്ലം ലിസ്റ്റിൽ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തണം. പ്രോബ്ലം ലിസ്റ്റിൽ കണ്ടെയ്ൻ, എന്താ കണ്ടെയ്ൻ ചെയ്യണേ? അസാധാരണമായ എന്തെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ, സാധാരണയായിട്ടല്ല, അസാധാരണമായ എന്തെങ്കിലും കണ്ടെത്തലുണ്ടെങ്കിൽ പിന്നെന്താ? ഫിസിയോളജിക് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ഡയഗ്നോസ്റ്റിക്. എന്ന് വെച്ചാല് ഒരു പ്രത്യേക രോഗനിർണയം, പേഷ്യന്റിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള, സാധാരണ കാണുന്ന പനി, ചുമ, തലവേദന ഒന്നും അല്ലാണ്ട് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലിസ്റ്റ് പ്രോബ്ലം ലിസ്റ്റിൽ ഉണ്ടാവും. ഓക്കെ, അതാണ് നാലാമത് പറഞ്ഞത്. പ്രോബ്ലം ലിസ്റ്റ് മേ കണ്ടെയ്ൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് അബ്നോർമൽ ഫൈൻഡിങ്. അസാധാരണമായിട്ട് എന്തെങ്കിലും കണ്ടെത്തല്, ഫിസിയോളജി ആയിട്ടോ അല്ലെങ്കിൽ പിന്നെന്താ സ്പെഷ്യൽ ആയിട്ട് സ്പെസിഫിക് ഡയഗ്നോസിക്, എന്തെങ്കിലും രോഗനിർണയം, ഒരു പ്രത്യേക വല്ല ക്യാൻസർ ഒക്കെ ആണെങ്കിൽ എന്താ, അതൊരു സ്പെസിഫിക് പ്രോബ്ലം ആണ് അല്ലെ? ഡയഗ്നോസ് ചെയ്ത് നമ്മൾ നാൻ ഡയഗ്നോസിക്, ആ രോഗനിർണയം കണ്ടത് ഒരു ക്യാൻസർ പേഷ്യന്റിന് പെട്ടെന്നാണ് ആ പേഷ്യന്റിന് നമ്മൾ ക്യാൻസർ ആണെന്ന് കണ്ടെത്തിയത്. അപ്പൊ അതൊരു ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഒരു ലിസ്റ്റ് പ്രത്യേകമായിട്ട് നമ്മൾ ക്രമീകരിക്കും. അഞ്ചാമത് എന്താ പറഞ്ഞേ? Additions and changes are made in the list since new problems are identified and active problems resolved. എന്താ? പുതിയ പ്രോബ്ലം നമ്മൾ തിരിച്ചറിയുകയും, എന്താ? ന്യൂ പ്രോബ്ലംസ് ആർ ഐഡന്റിഫൈഡ്. പുതിയ പ്രോബ്ലം നമ്മൾ തിരിച്ചറിയുകയും അവിടെ ഉണ്ടായിരുന്ന സജീവമായ പ്രോബ്ലം പരിഹരിക്കുകയും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? അഡീഷണൽ ആയിട്ട്, സെപ്പറേറ്റ് ആയിട്ട് ചേഞ്ച് ആർ മെയ്ഡ് ഇൻ ദ ലിസ്റ്റ്. ആ ലിസ്റ്റിൽ എന്ത് ചെയ്യും? നമ്മൾ അതിനൊന്ന് മാറ്റും. ആ പട്ടികയിൽ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഒന്നുകൂടി പറയാം. അഡീഷൻ നമ്മൾ കൂട്ടിച്ചേർക്കാം. അഡീഷൻ എന്ന് വെച്ചാൽ എന്താ? അതിലെ കൂട്ട. എന്താ കൂട്ടണ്ടേ? ചേഞ്ച് ആർ മെയിൻ, മാറ്റിയത്. എങ്ങനെ മാറ്റിയത്? ന്യൂ പ്രോബ്ലംസ്, പുതിയ പ്രോബ്ലം കണ്ടുപിടിച്ചു. പക്ഷെ ആക്റ്റീവ് പ്രോബ്ലംസ് റിസോൾവ്ഡ്. അവിടെ ഉണ്ടായിരുന്നത്, മുമ്പ് ഉണ്ടായിരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്ത്. എന്നിട്ടുള്ള മാറ്റം നമ്മൾ എന്ത് ചെയ്യണം? ആ ലിസ്റ്റിൽ എഴുതണം. ഓക്കെ, എന്താ ചെയ്യണ്ടേ? പുതിയതായിട്ട് വന്ന അഡീഷൻസ് ആൻഡ് ചേഞ്ച്, മാറിയ പ്രോബ്ലംസും നമ്മൾ ആ ലിസ്റ്റിൽ എഴുതാം. ന്യൂ പ്രോബ്ലം പുതിയ പ്രോബ്ലം കണ്ടുപിടിച്ചു, അത് എഴുതാം. അവിടെ ഉണ്ടായിരുന്ന പ്രോബ്ലം സോൾവ് ചെയ്തു, അതും എഴുതാം. അതാണ് പറഞ്ഞത്. അഡീഷൻ ചെയ്തതെന്ന് വെച്ചാൽ ന്യൂ പ്രോബ്ലം,
അവിടെ ഉണ്ടായിരുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ മാറ്റി എഴുതിയത് നമ്മൾ അത് ചേഞ്ച് ചെയ്തു ആർമേഡ് ലിസ്റ്റിൽ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താ? പ്രോബ്ലംസ് ആർ മാർക്ക്ഡ്, ഡ്രോപ്പ്ഡ് ഓർ റിസോൾവ്ഡ്. എന്താ പറഞ്ഞേ? ലാസ്റ്റ് നമ്മൾ അതിൽ എഴുതും എല്ലാ പ്രോബ്ലംസും മാർക്ക് ചെയ്യണം നമ്മൾ. ഡ്രോപ്പ്ഡ് ഓർ റിസോൾവ്, എല്ലാ പ്രോബ്ലംസും നമ്മൾ ഒഴിവാക്കുകയും ചെയ്തു, പരിഹരിക്കുകയും ചെയ്തു, റിസോൾവ് ചെയ്തു, സോൾവ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ അത് മാർക്ക് ചെയ്തിടാ, കറക്റ്റ് ചെയ്തിടാ ലാസ്റ്റ് പ്രോബ്ലം. എന്താ ചെയ്യാം? പ്രോബ്ലംസ് ആർ മാർക്ക്ഡ്, മാർക്ക് ചെയ്യണം. എന്താ? ഡ്രോപ്പ്ഡ് ഓർ റിസോൾവ്ഡ്. ഡ്രോപ്പ്ഡ് എന്ന് വെച്ചാൽ ഒഴിവാക്കി, പ്രോബ്ലം ഒക്കെ മാറ്റി കഴിഞ്ഞു, ഒഴിവാക്കി. പിന്നെന്താ? റിസോൾവ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ സോൾവ് ചെയ്തു. എന്നിട്ട് കറക്റ്റ് എഴുതി വെക്കാം ലാസ്റ്റ്. ഓക്കെ, ഒന്നുകൂടി പറയാം പ്രോബ്ലംസിന്റെ കാര്യം. പ്രോബ്ലംസ് ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്നത്, ഫസ്റ്റ് തന്നെ അതിലൊരു ഫോം കണ്ടെയ്ൻ, ആ ഫോം ആണ് ഫസ്റ്റ് ഫോം ഓഫ് ദ ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ്. റെക്കോർഡിന്റെ ഫസ്റ്റ് ഉണ്ടാവും. രണ്ടാമത് പ്രോബ്ലംസിൽ വരുന്നത് മാനേജ്മെന്റിന്റെയും ഡയഗ്നോസ്റ്റിക്സ് വർക്കപ്പിന്റെയും കാര്യങ്ങൾ. അതിൽ അവർക്ക് മെഡിക്കൽ ആയിട്ട്, സോഷ്യൽ പരമായിട്ടും എക്കണോമിക് ആയിട്ടൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം. അത് മാനേജ്മെന്റിന് പെട്ടത്. മൂന്നാമത്തെ ലിസ്റ്റിൽ പ്രോബ്ലം ഫിസിഷ്യന്റെ പ്രോബ്ലം. ഫിസിഷ്യൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി, ഒരു പ്രത്യേക പർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ടായി, അതിന്റെ ആശങ്കാതലത്തിൽ അതെന്താവും, ഇനി അതിനെങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യും, അവർക്ക് അതിന് നേടോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടാവും. അതൊരു പ്രോബ്ലമാണ്. അവർക്ക് എന്തുണ്ടാവും? ഒരു ആശങ്ക ഉണ്ടാവും ഫിസിഷ്യന്. ആ ഒരു ലിസ്റ്റ് പ്രോബ്ലംസിന്റെ ലിസ്റ്റ്. പിന്നെ വരുന്നത് എന്താ? അസാധാരണമായി എന്തെങ്കിലും അവർ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ സ്പെസിഫിക് ഡയഗ്നോസ്റ്റിക്, പ്രത്യേക രോഗം, എന്നും എവിടെയും കാണാത്ത അപൂർവമായ രോഗമൊക്കെ പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ അതൊരു പ്രോബ്ലമാണ്. അത് ലിസ്റ്റിൽ എഴുതാം. പിന്നെ അതിൽ അഡീഷൻ ചെയ്യാം, ആഡ് ചെയ്യാം. എന്താ ആഡ് ചെയ്യണ്ടേ? പുതിയ പ്രോബ്ലംസ്, എന്തെങ്കിലും ന്യൂ പ്രോബ്ലംസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ചേഞ്ച് ചെയ്യണം. പഴയ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കറക്റ്റ് ചേഞ്ച് ചെയ്തിടാം. ലാസ്റ്റ് പോയിന്റ് ആണ് പ്രോബ്ലംസ് മാർക്ക് ചെയ്യുക. എന്താ മാർക്ക് ചെയ്യണ്ടേ? പഴയ പ്രോബ്ലം സോൾവ് ചെയ്തു, അതുപോലെ തന്നെ ഡ്രോപ്പ്ഡ്, കുറെ പ്രോബ്ലംസ് ഒഴിവാക്കി എന്നുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യാം. അത്രയും കാര്യങ്ങൾ പ്രോബ്ലംസ് ലിസ്റ്റിലുള്ളൂ. ഓക്കേടാ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് എന്താ? ഇനീഷ്യൽ പ്ലാൻസ്, പ്രാരംഭ പദ്ധതികൾ. ഇനീഷ്യൽ പ്ലാൻസ് എന്ന് വെച്ചാൽ പ്രാരംഭ പദ്ധതി. എന്തൊക്കെയാണ് നോക്കാം. ഇതിലിപ്പോ പ്രോബ്ലംസിൽ ഇതിലൊന്നും ഇല്ല കേട്ടോ, നമുക്ക് എക്സാമിന് വരാനായിട്ടൊന്നുമില്ല. കണ്ടെയ്ൻ എ ഫോം എവിടെ തന്നെ? ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ്. അത് അണ്ടർലൈൻ ചെയ്തതാ. ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ് അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് പ്രോബ്ലംസ് എനിത്തിങ് നീഡ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ആവശ്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യണത് എന്തൊക്കെ പെടും? മെഡിക്കൽ പരമായിട്ട്, സോഷ്യല്, എക്കണോമിക്, ഡെമോഗ്രാഫിക് പ്രോബ്ലംസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, ചിലപ്പോ ചോദിക്കും ഡെമോഗ്രാഫിക് പ്രോബ്ലംസ് ആരായിട്ട് ബന്ധപ്പെട്ടതാണെന്ന്. ബന്ധപ്പെട്ടതാണ് ഡെമോഗ്രാഫിക് പ്രോബ്ലംസ്? ആരാ? മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് വർക്കപ്പ്. ചിലപ്പോ അതിൽ ഫിസിഷ്യൻ തരും, പേഷ്യന്റ് തരും, പേഷ്യൻസിന്റെ റിലേറ്റീവ് തരും. അപ്പൊ നമ്മൾ ഓർക്കാം മാനേജ്മെന്റ് ആയിട്ട് പ്രോബ്ലം ഉള്ളതാ. മാനേജ്മെന്റ് ആയിട്ടുള്ള കണക്ഷനുള്ള പ്രോബ്ലമാണ് ഡെമോഗ്രാഫിക് പ്രോബ്ലംസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിടാ. നമ്മൾ കേൾക്കാത്തത്, നമ്മൾ ഇങ്ങനെ അപൂർവമായിട്ട് കേൾക്കാത്ത കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇന്റർവ്യൂക്ക് പോകുമ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും ചോദിക്കില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കേൾക്കാത്തതായിരിക്കും പെട്ടെന്ന് പുതിയ കാര്യങ്ങൾ, അതൊക്കെയാണ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മെഡിക്കൽ പരമായിട്ട്, സോഷ്യൽ പരമായിട്ട്, എക്കണോമിക് പരമായിട്ട് അതൊരിക്കലും പേഷ്യന്റിനെ ബാധിക്കില്ല. അത് അവിടുത്തെ മാനേജ്മെന്റിനായിരിക്കും ബാധിക്കുന്നത്. ആ പ്രോബ്ലംസ് ഒക്കെ ആരായിരിക്കും ബാധിക്കണേ? മാനേജ്മെന്റിനെ. പക്ഷെ അത് നമ്മൾ അറിയണം. അപ്പൊ നമ്മള് എഴുതാം. അതൊക്കെ അണ്ടർലൈൻ ചെയ്തിടാ. ഡെമോഗ്രാഫിക് പ്രോബ്ലംസ് അണ്ടർലൈൻ ചെയ്തിടാം. മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് വർഷം. ഓക്കെ, അണ്ടർലൈൻ ചെയ്യുന്നുണ്ടോ? നിങ്ങള് ചെയ്യുന്നുണ്ടാ? ഓക്കെ ഓക്കെ. പിന്നെ ലിസ്റ്റ് മറ്റേതിൽ വരുന്നത് ഫിസിഷ്യന്റെ, അതൊന്നും വരാൻ സാധ്യതയില്ല. അതിലൊന്നും വലിയ ക്വസ്റ്റ്യൻസ് ഇല്ല. അബ്നോർമൽ ഫൈൻഡിങ്സ്, സ്പെഷ്യൽ ഡയഗ്നോസിസ്, അതൊക്കെ സ്റ്റേറ്റ്മെന്റ്, വിഷ്വൽ ഡിറ്റക്ഷൻ. പിന്നെ ലാസ്റ്റ് റിസോൾവ്ഡ്. ഓക്കെ, അതിലൊന്നും വലിയ ഇതില്ല, നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി. നെക്സ്റ്റ് ഇനീഷ്യൽ പ്രോബ്ലംസ് നോക്കാം. ഇനീഷ്യൽ പ്ലാൻ, പ്രാരംഭ പദ്ധതികൾ എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് നോക്കാം ഇനീഷ്യൽ പ്ലാൻസ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് വാട്ട് വിൽ ബി ഡൺ to learn more about the patient's condition, treat the condition and instruct the patient about the condition. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യണം? നമ്മൾ എന്താ രോഗിയുടെ അവസ്ഥയെ കുറിച്ച്
നമ്മൾ എന്താ ചെയ്യാ അവസ്ഥയെ കുറിച്ച് പേഷ്യൻസിന്റെ കണ്ടീഷൻ അവര് ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ കണ്ടീഷൻ ഇൻസ്ട്രക്ട് അവർ പരിശോധിച്ച് അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അങ്ങനത്തെ ഉള്ള ഫുൾ കണ്ടീഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് ഇനീഷ്യൽ പ്ലാൻസിൽ വരുന്നത്. ഇനീഷ്യൽ പ്ലാൻസിൽ എന്താ വന്നെ രോഗികളുടെ അവസ്ഥയെ കുറിച്ച് കൂടുതൽ അറിയാനും രോഗാവസ്ഥ ചികിത്സിക്കാനും വേണ്ടി രോഗാവസ്ഥയെ രോഗിക്ക് വിശദീകരിച്ചു കൊടുക്കണം. മനസ്സിലായ? ഇറ്റ് എക്സ്പ്ലെയിൻ നമ്മൾ വിശദീകരിച്ചു കൊടുക്കണം. വിശദീകരിച്ചു കൊടുക്കണം. ടു ലേൺ നമ്മൾക്കറിയാൻ എന്തറിയാനാ? മോർ അബൌട്ട് ദ പേഷ്യന്റ് കണ്ടീഷൻ. പേഷ്യൻസിന്റെ കണ്ടീഷനെ കുറിച്ച് നമുക്കറിയണം. എന്താ പേഷ്യൻസിന്റെ കണ്ടീഷൻ? അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ അതിന്റെ കണ്ടീഷൻ, ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ടോ അതിന്റെ കണ്ടീഷൻ, എല്ലാ കാര്യങ്ങളും അറിയാൻ വേണം. അതുപോലെ തന്നെ അത് അവരെ മനസ്സിലാക്കി ടു ലേൺ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ടു എക്സ്പ്ലെയിൻ. ഓക്കെ, അതാണ് ഇനീഷ്യൽ പ്ലാൻസിൽ ഫസ്റ്റ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്തു, പേഷ്യൻസിനെ ഡോക്ടർ പരിശോധിച്ചാൽ അതിന്റെ റിലേറ്റീവിനെ വിളിച്ച് എന്ത് പറയൂ? പേഷ്യൻസിന് ഇന്ന രോഗിക്ക് ഇന്നാണ് അസുഖം, അതിന് ഇന്ന കാര്യങ്ങള്, അതാണ് പേഷ്യൻസിന്റെ കണ്ടീഷൻ, ഇതാണ് ഞങ്ങൾ ആ പേഷ്യൻസിന് ഇത്രമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഫുൾ ഡീറ്റെയില് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത് എന്താ പറഞ്ഞേ? കണ്ടീഷൻ ഡൗട്ടഡ് ഓർ നോട്ട് ടു ബി റൂൾഡ് ഔട്ട് ആർ നോട്ടഡ് ഇൻ ദ ഇനീഷ്യൽ പ്ലാൻ. എന്താ പറഞ്ഞേ? എന്താ കണ്ടീഷൻ ഡൗട്ടഡ്? പേഷ്യൻസിന് സംശയമുള്ളതോ നോട്ട് ബി റൂൾഡ് ഔട്ട് ആർ നോട്ടഡ് ഇൻ ദ ഇനീഷ്യൽ പ്ലാൻ, തള്ളിക്കളഞ്ഞതോ, പേഷ്യൻസിന് ഡൗട്ട് അല്ലെങ്കിൽ അവരെ സംശയിക്കുന്നതോ തള്ളിക്കളയുന്നതോ ആയ അവസ്ഥ നമ്മൾ നോട്ട് ചെയ്യണം. ഓക്കെ, പേഷ്യൻസിന് സംശയമുള്ളതോ അല്ലെങ്കിൽ അവരെ തള്ളിക്കളയണതോ നോട്ട് ചെയ്യണം ഇനീഷ്യൽ പ്ലാൻ. അതാണ് അതിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. തള്ളിക്കളയേണ്ടതോ എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ടു ബി റൂൾഡ്. തള്ളിക്കളയേണ്ടതോ എന്ന് വെച്ചാൽ എന്താ? പേഷ്യൻസിനെ ചില ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ എന്താണ് മൈൻഡ് ചെയ്യണ്ടാവില്ല പേഷ്യൻസിനെ. അപ്പൊ അവർക്ക് തോന്നലുണ്ടാവും, സംശയമായിരിക്കും അവർക്ക്. അവരെ കണ്ടീഷൻസ് എന്താണ്? ഈ പേഷ്യന്റ് ഇവിടെ രക്ഷപ്പെടില്ല, ഈ പേഷ്യന്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ അവരെ ഒരു തള്ളിക്കളയും, ഈ പേഷ്യന്റിനെ മൈൻഡ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ കാര്യങ്ങൾ നോട്ട് ചെയ്തിടണം. ഓക്കെ, പേഷ്യൻസിനെ ചികിത്സിക്കുന്ന സമയത്ത് ഡോക്ടർക്ക് മനസ്സിലായി ഈ പേഷ്യൻസ് രക്ഷപ്പെടാൻ പോണില്ല, നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് കൊടുത്താലും രക്ഷപ്പെടാൻ പോണില്ല. അങ്ങനെയുള്ള പേഷ്യൻസിന് അവർക്ക് സംശയം വരും. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ കാര്യങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്യണം. അതാണ് ഇനീഷ്യൽ പ്ലാനിൽ രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് എന്താ? സ്പെസിഫിക് പ്ലാൻ ഫോർ ഈച്ച് പ്രോബ്ലംസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു മോർ ഇൻഫർമേഷൻ ഫോർ ഡയഗ്നോസിസ് മാനേജ്മെന്റ്. എന്താ പറഞ്ഞേ? എന്താ? സ്പെസിഫിക് പ്ലാൻസ്, ഒരു പ്രത്യേക പ്ലാൻ തയ്യാറാക്കണം. ഈച്ച് പ്രോബ്ലം, ഓരോ പ്രോബ്ലത്തിനും, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇൻടു മോർ ഇൻഫർമേഷൻ ഡയഗ്നോസിസ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഓരോ പ്രശ്നത്തിനും പ്രത്യേക പ്ലാൻ തയ്യാറാക്കണം. എന്തിനാ? മാനേജ്മെന്റ്. രോഗനിർണയം കൂടുതൽ വിവരമായി തരംതിരിക്കണം. പേഷ്യൻസിന്റെ രോഗനിർണയം, ഡയഗ്നോസിസ് മാനേജ്മെന്റ്. നമ്മളിങ്ങനെ പേഷ്യൻസിന്റെ രോഗം കണ്ടുപിടിച്ചു, അപ്പൊ അതിനൊരു മാനേജ്മെന്റ് ഉണ്ട്. മാനേജ്മെന്റ് എന്ന് വെച്ചാൽ സിസ്റ്റർമാര്, ലാബ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയണം. ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ല, നഴ്സുമാർ ഇൻചാർജ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അവിടെ ആയിരിക്കും ഡോക്ടർമാര് ഫുൾ ആരോട് പറയും? ഫസ്റ്റ് ചെന്നുകൊണ്ട് മെയിൻ നഴ്സിനോട് പറയും. അപ്പൊ അവിടെ താഴെ കുറെ നഴ്സുമാരുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഓരോ പ്രോബ്ലംസ് കാറ്റഗറൈസ് ചെയ്ത് മാറ്റി ഓരോ സെപ്പറേറ്റ് ആക്കി മോർ ഇൻഫർമേഷൻ, കൂടുതൽ ഇൻഫർമേഷൻ ചെയ്യണം. പേഷ്യൻസിന് ഇങ്ങനെ അസുഖം കണ്ടുപിടിച്ചു അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ ചെയ്യണം. സ്പെഷ്യൽ ആയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കണം. എന്താ? സ്പെഷ്യൽ പ്ലാൻ തയ്യാറാക്കണം. ഓരോ പ്രോബ്ലംസിന് കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കണം. എന്തിനാ? ഡയഗ്നോസിസ് മാനേജ്മെന്റ് എന്ന് വെച്ചാല് പേഷ്യന്റിന്റെ രോഗനിർണയം കണ്ടുപിടിച്ചു, പേഷ്യൻസിന് ഇതാണ് അസുഖം, രോഗം നിർണയിച്ചു. അപ്പൊ അതിന്റെ ഉള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ സ്പെഷ്യൽ പ്ലാൻ ഉണ്ടാക്കി തയ്യാറാക്കാം. ലാസ്റ്റ് എന്താ? തെറാപ്പി. അതിൽ എന്ത് പെടും? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡ്രഗ് പെടും, പ്രൊസീജിയർ പെടും, ഗോൾ പെടും. എന്ന് വെച്ചാല് നമ്മൾ തെറാപ്പി നമ്മൾ പറഞ്ഞു, പല തെറാപ്പി ഉണ്ട്. മരുന്ന് കൊണ്ടുള്ള തെറാപ്പി ഉണ്ട്, അതിന്റെ നടപടിക്രമങ്ങളുണ്ട്, കൈ ഉഴുന്നിട്ടുള്ളതുണ്ട്, അങ്ങനെ പലതരത്തിൽ. സംസ്കാര സ്പീച്ച് തെറാപ്പി ഉണ്ട്. പേഷ്യൻസിന് അങ്ങനെ എന്തെങ്കിലും തെറാപ്പികൾ ഉണ്ടെങ്കിൽ അതും ഇനീഷ്യൽ പ്ലാൻസിൽ ഉൾപ്പെടും. പിന്നെ പേഷ്യൻസിന്റെ എഡ്യൂക്കേഷൻ, രോഗിക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ഇനീഷ്യൽ പ്ലാൻസിൽ വരും. ലാസ്റ്റ് പേഷ്യൻസിന്റെ എഡ്യൂക്കേഷൻ, അത് അണ്ടർലൈൻ ചെയ്യാം. പേഷ്യൻസിന്റെ എഡ്യൂക്കേഷൻ ഏത് പ്ലാൻസിൽ വരും? ഇനീഷ്യൽ പ്ലാൻസിൽ വരും.
പേഷ്യൻസിന്റെ എഡ്യൂക്കേഷൻ ഏത് പ്ലാൻസിൽ വരും? ഇനീഷ്യൽ പ്ലാൻസിൽ വരും. തെറാപ്പി ഏതിൽ വരും? ഇനീഷ്യൽ പ്ലാൻസിൽ വരും. എന്തെങ്കിലും സ്പെഷ്യൽ പ്ലാൻ ഉണ്ടാക്കുക, കാറ്റഗറി തിരിച്ച് സെപ്പറേറ്റ് തിരിച്ച് ഡയഗ്നോസിസ് മാനേജ്മെന്റ്, രോഗനിർണയങ്ങൾ രോഗാസുഖങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ പ്ലാൻ ഉണ്ടാക്കിയെങ്കിൽ അതും ഇനീഷ്യൽ പ്ലാൻസിൽ വരും. ഓക്കെ, ഇനീഷ്യൽ പ്ലാൻസ് ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും, ഒന്ന് വായിച്ചു നോക്കിയേ ഇനീഷ്യൽ പ്ലാൻസ്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇന്ന് തീർക്കണം. നമുക്ക് ഞാൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നത് നിങ്ങൾക്കത് പിന്നെയും ഡൗട്ട് ഇല്ലാതിരിക്കാനാണ്. അപ്പൊ പേഷ്യന്റിന്റെ എഡ്യൂക്കേഷൻ അണ്ടർലൈൻ ചെയ്യാം, അത് ഇനീഷ്യൽ പ്ലാൻസ് നോക്കാം. തെറാപ്പി അണ്ടർലൈൻ ചെയ്യാം, ഇനീഷ്യൽ പ്ലാൻസ് നോക്കാം. അത് രണ്ടും മാത്രം ഓർത്താൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ പേഷ്യൻസിന്റെ കണ്ടീഷൻ, ട്രീറ്റ്മെന്റ് കണ്ടീഷൻ, ഇൻസ്ട്രക്ട് പേഷ്യന്റ് അബൌട്ട് കണ്ടീഷൻ, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണതും ഇനീഷ്യൽ പ്ലാൻസിൽ. ആ 3 പോയിന്റ് മാത്രം, 2ഉം 3 ഓർക്കണ്ട, എക്സ്പ്ലെയിൻ ചെയ്യണം. ഒന്നാമത്തെ ഏറ്റവും ലാസ്റ്റ് തെറാപ്പിയും പേഷ്യന്റ് എഡ്യൂക്കേഷനും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് ഇത് തീർക്കണം. മെഡിക്കൽ റെക്കോർഡ് നമുക്ക് ഇന്ന് തീർക്കാം. തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ചാപ്റ്റർ എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞത്. നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി, അതിൽ കൂടുതൽ വരില്ല. നെക്സ്റ്റ് പ്രോഗ്രസ് നോട്ട്. നമ്മൾ പറഞ്ഞു ലാസ്റ്റ് പോയിന്റ് ആണ് ഇതിന്റെ. ഇംപ്രൂവ് ഉണ്ടോ, പേഷ്യന്റിന് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ, അതിന് നമ്മൾ എന്ത് വേണം? ഫോളോ അപ്പ് ഫോർ ഈച്ച് പ്രോബ്ലം. ഓരോ പ്രോബ്ലംസിനൊപ്പം ഫോളോ ചെയ്യണം പേഷ്യൻസിന്. എന്നാലല്ലേ നമുക്കറിയാൻ പറ്റും പേഷ്യൻസിന് ഇംപ്രൂവ് ഉണ്ടോന്ന്. ഇന്നിപ്പോ പേഷ്യൻസിനെ നമ്മൾ നോക്കി, ഇന്ന് അതിനെ ഫോളോ ചെയ്തു. ഇന്നത്തെ അവസ്ഥ ആയിരിക്കില്ല നാളെ പേഷ്യന്റിന്. നമ്മൾ നാളെയും അത് ഫോളോ ചെയ്യുമ്പോൾ എന്താ, പേഷ്യൻസിന് ഇന്നലത്തെക്കാളും ബെറ്റർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി. അതാണ് ഫസ്റ്റ് പോയിന്റ്, ഫോളോ അപ്പ്. ഫസ്റ്റ് എന്താ? ഫോളോ അപ്പ്. പ്രോഗ്രസ് നോട്ടില് ഫസ്റ്റ് ഫോളോ അപ്പ്. നെക്സ്റ്റ് എന്താ? ഈച്ച് നോട്ടീസ് പ്രൊസീഡ് ബൈ ദ നമ്പർ ആൻഡ് ടൈറ്റിൽ ഓഫ് ദ പ്രോബ്ലം ആൻഡ് കണ്ടെയ്ൻ ഓഫ് SOAP. എന്താ പറഞ്ഞേ? എന്താ? ഈച്ച് നോട്ട്, ഓരോ നോട്ടിനും നമ്മള് ഓരോ പേഷ്യൻസിന്റെ ഓരോ പ്രോബ്ലം ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഫോളോ ചെയ്യണം നമ്മള്. പേഷ്യൻസിന് കുറവുണ്ടോ അങ്ങനെ ഓരോ പ്രോബ്ലവും നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ എന്ത് വേണം? അതിന്റെ നമ്പർ കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ടൈറ്റിൽ ഓഫ് ദ ആഫ്റ്റർ പ്രോബ്ലം, ആ പേഷ്യൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആൻഡ് കണ്ടെയ്ൻ എനി സോപ്പ് എന്ന് വെച്ചാൽ എന്താ? ഒരു നോട്ട് എന്തെങ്കിലും ചെയ്യണതിന് മുമ്പ് പേഷ്യൻസിന് എന്തെങ്കിലും ആഫ്റ്റർ പ്രോബ്ലം ഉണ്ടോ? ആഫ്റ്റർ പ്രോബ്ലം എന്ന് വെച്ചാൽ എന്താ? ആഫ്റ്റർ പ്രോബ്ലം? ആഫ്റ്റർ പ്രോബ്ലം എന്താ? ആരില്ലേ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. ആഫ്റ്റർ പ്രോബ്ലം എന്തെങ്കിലും പ്രശ്നം ഉചിതമായിട്ട് നമ്മൾ എന്തെങ്കിലും ആഫ്റ്റർ എന്ന് വെച്ചാൽ എന്താ? ഉചിതമായിട്ട് നമ്മൾ ഇതിൽ കറക്റ്റ് ആയിട്ട് എഴുതാം. പേഷ്യന്റിന്റെ പ്രോബ്ലം നമ്മൾ ഫോളോ അപ്പ് ചെയ്യാണ് പേഷ്യന്റിനെ. ഒന്നുമില്ല, പ്രോഗ്രസ് നോട്ടിൽ മെയിൻ ആയിട്ട് എന്താ? ഇംപ്രൂവ് ഉണ്ടോന്ന് അറിയണം. പ്രോഗ്രസ് ഉണ്ടോ പേഷ്യന്റിന്? പേഷ്യന്റ് വന്ന പോലെ തന്നെയാണോ? അപ്പൊ നമ്മൾ പേഷ്യന്റിനെ പോയി ഫോളോ ചെയ്യണം. ഫോളോ അപ്പ് ചെയ്തു. ഫോളോ അപ്പ് ചെയ്യുമ്പോ ആ പേഷ്യന്റിന് കറക്റ്റ് ആയ രീതിയിൽ വേണം എഴുതാൻ. ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് കറക്റ്റ് ഇന്നിപ്പോ പേഷ്യന്റിന് ഇങ്ങനെ എഴുതി ഡേറ്റ് ഇടാം, അതിന്റെ ടൈറ്റിൽ എഴുതാം, പേഷ്യന്റിന്റെ കാര്യങ്ങൾ. പേഷ്യന്റ് വന്നപ്പോ തന്നെ എങ്ങനെയായിരുന്നു പേഷ്യന്റിന്റെ ആപ്റ്റായ പ്രോബ്ലം, പേഷ്യന്റിന് ഇതാണ് പ്രശ്നം, ഇന്ന് പേഷ്യന്റിന് ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരേ ഡേറ്റ് ഇട്ട് കറക്റ്റ് ആ ഫയൽ നോക്കുമ്പോ തന്നെ അറിയാൻ പറ്റണം. അതാണ് രണ്ടാമത് പറഞ്ഞത്. നമ്മൾ കറക്റ്റ് അത് പ്രൊസീഡ് ചെയ്യണം. പേഷ്യൻസിന്റെ ഓരോന്നിനും ഓരോ നമ്പർ ഇട്ട് അതിന് ഓരോ ഹെഡിങ്ങിനെ പോലെ ടൈറ്റിൽ എഴുതിയിട്ട് ആ യോജിക്കണം. അതേപോലെ തന്നെ പ്രോബ്ലംസ് നോക്കി കറക്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ പ്രോഗ്രസ് നോട്ടിൽ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫോളോ അപ്പ് മാത്രമേ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, വേറെ ഒന്നും വരാനില്ല. ഇനി നെക്സ്റ്റ് എന്താ? SOAP. SOP എന്ന് പറയുന്നത് എന്താ? നമ്മൾ പറഞ്ഞല്ല SOP എന്താ? നമ്മുടെ മോളിൽ പറഞ്ഞല്ല, മറന്നുപോയ എല്ലാവരും? എന്താണ് SOP? നമ്മളിവിടെ പറഞ്ഞേ SOP നമ്മൾ പറഞ്ഞില്ലേ? എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ, എടുത്തോടത്തോളം ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ, വായിച്ച എല്ലാരും. സോപ്പ് എന്ന് വെച്ചാൽ സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പിന്നെന്താ അസസ്മെന്റ് ആൻഡ് പ്ലാൻ. പേഷ്യൻസിന്റെ കാര്യങ്ങള് നമ്മൾ ചെയ്യണ ഫുള്ള് അതിന്റെ പറയണാണ് സോപ്പ് എന്ന്. ഫുള്ള് സബ്ജക്റ്റീവ്, പേഷ്യൻസിന്റെ കാര്യങ്ങള് മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റീവ്, പിന്നെ ഒബ്ജക്റ്റീവ്, പിന്നെന്താ അസസ്മെന്റ്, പിന്നെന്താ പ്ലാൻ. ഓക്കെ, ഇവിടെ കിടക്കുന്നുണ്ട്. സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സിംപ്റ്റോമാറ്റിക്, എന്താ എന്തെങ്കിലും ലക്ഷണങ്ങൾ, പേഷ്യൻസിന് എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ട് പേഷ്യൻസ് അസുഖങ്ങൾ പറയുമ്പോൾ എങ്ങനെയാ നമ്മൾ ചിന്തിക്കുക, ലക്ഷണങ്ങൾ കാണിക്കും പേഷ്യൻസിന്, അത് ലക്ഷണങ്ങൾ കണ്ട് മനസ്സിലാക്കും. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മെഷറബിൾ, ഒബ്സർവബിൾ. നമ്മൾ എന്താ പേഷ്യൻസിനെ നിരീക്ഷിക്കും, ഒബ്സർവേഷൻ വെക്കട്ടെ, അതാണോ നമുക്ക് ഡൗട്ട് ആയിരിക്കും പേഷ്യന്റിന്. അപ്പൊ നമ്മള് പേഷ്യന്റിനെ 2 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്ന് പറയും, അതാണ് ഒബ്ജക്റ്റീവ്. പിന്നെ അസസ്മെന്റ്, അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ പേഷ്യന്റിനെ വിലയിരുത്തുകയാണ്. എങ്ങനെ വിലയിരുത്തണേ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇംപ്രഷൻ ഓഫ് ദ പ്രസന്റ് കണ്ടീഷൻ. ആ അവസരത്തിൽ പ്രസന്റ് കണ്ടീഷൻ, അപ്പൊ ആ സമയത്ത് പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് ഡോക്ടറെ കാണാൻ വന്ന സമയത്ത് പേഷ്യന്റിന്റെ എന്താ അവസ്ഥ, അപ്പോഴത്തെ അവസ്ഥ, പേഷ്യന്റിന്റെ അവസ്ഥ എന്താണ്, ഇംപ്രഷൻ, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, അതിന്റെ എന്താണ് മതിപ്പ് എന്താണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, പേഷ്യൻസിന്റെ കണ്ടീഷൻസ് ഉള്ള കാര്യങ്ങളാണ് അസസ്മെന്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ FOAP നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതിട്ടോ, സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, അസസ്മെന്റ് ആൻഡ് പ്ലാൻ. ചിലപ്പോ എങ്ങനെ ചോദിച്ചാലോ, SOAP എഴുതിട്ടാ, ബ്രാക്കറ്റിൽ എഴുതിടാ. സബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏതാ, എന്താ സിംപ്റ്റോമാറ്റിക്. സിംപ്റ്റോമാറ്റിക് എന്ന് വെച്ചാല് ലക്ഷണങ്ങൾ, എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ട് നമ്മള് പേഷ്യന്റിന്റെ അസുഖം കണ്ടുപിടിക്കും. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതാണ് മെഷറബിളും ഒബ്സർവബിളും. നമ്മള് ലക്ഷണങ്ങൾ കണ്ടുപിടിക്കും. നിരീക്ഷിച്ചിട്ട്, പേഷ്യന്റിനെ നിരീക്ഷിച്ചിട്ട് നമ്മൾ 2 മണിക്കൂർ പേഷ്യന്റ് ഇവിടെ കിടക്കട്ടെ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് പോകാന്ന് പറയും. അപ്പൊ ഒരു ഒബ്സർവേഷൻ ഇടും. കാഷ്വാലിറ്റിയിലൊക്കെ ചെല്ലണ പേഷ്യന്റിന് എന്തായിരിക്കും, കാഷ്വാലിറ്റി തന്നെ ഒരു ചെറിയ ബെഡ് വെച്ചിട്ടുണ്ടാവും. ആ ബെഡിൽ നമ്മളോട് പറയും, പേഷ്യന്റിന് നിങ്ങൾ ഇപ്പൊ വീട്ടിൽ പോകണ്ട, നോക്കട്ടെ, വല്ല എന്തെങ്കിലും വൈറൽ ഫീവർ ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ ആ പേഷ്യൻസിന് ഇത് ഉള്ളിലേക്ക് ബാധിച്ചിട്ടുണ്ടാ, ഇതിന് പകരോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതാണെങ്കിൽ നമ്മൾ അവിടെ കിടത്തും, 2 മണിക്കൂറോളം അവിടെ കിടത്തും ഒബ്സർവ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെയാണ് ഒബ്ജക്റ്റീവ്. ഓർക്കാന ഒബ്ജക്റ്റീവ് എന്താ, ഒബ്സർവ്. സബ്ജക്റ്റീവ് എന്താ, സിംപ്റ്റോമാറ്റിക്. സിംപ്റ്റോമാറ്റിക്. അസസ്മെന്റ് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്താം, പേഷ്യന്റിന്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട്. പേഷ്യന്റ് അപ്പൊ നല്ല നോർമൽ ആയിരിക്കും, അപ്പൊ നമ്മൾ എങ്ങനെ വിലയിരുത്തും, കുഴപ്പമില്ല പേഷ്യന്റിന്, പക്ഷെ പേഷ്യന്റിന്റെ ഉള്ളിൽ ഭയങ്കര പ്രോബ്ലംസും ഉള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, പുറത്തൊക്കെ പറയാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ കാണുമ്പോൾ പേഷ്യന്റ് ഓക്കെ, കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ വിലയിരുത്താൻ പാടില്ല. പ്രസന്റ് കണ്ടീഷൻ പേഷ്യന്റ് അത് നോക്കിയിട്ട്. ഓക്കെ, അപ്പൊ FOAP സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, അസസ്മെന്റ് ആൻഡ് പ്ലാൻ. ഓക്കെ ഓക്കെ, ലാസ്റ്റ് എന്താ, the writing of progress note in the POMR format is often referred to as OP. എന്ന് വെച്ചാൽ എന്താ, POMR എന്ന് പറയുന്നത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതിൽ നിന്നും നമ്മൾ എന്താ ഈ പ്രോഗ്രസ് റെക്കോർഡ്സ് നോട്ട്സ്, നമ്മൾ പറഞ്ഞു പ്രോഗ്രസ് നോട്ട്സ്, പേഷ്യൻസിന് ഇംപ്രൂവ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോഗ്രസ് നോട്ട്സിൽ എഴുതും. അപ്പൊ ഈ POMR പ്രോബ്ലംസ് ഓറിയന്റഡ് പ്രോബ്ലംസ് റെക്കോർഡ്സിന്റെ കുറിപ്പുകൾ പലപ്പോഴും അത് എന്തിനാ എഴുതാൻ, നമ്മള് റൈറ്റിംഗ് പ്രോഗ്രസ് നോട്ട്സ് ഈ റെഫർ ചെയ്യും. എവിടൊക്കെ റെഫർ ചെയ്യും, എവിടൊക്കെ നമ്മൾ റെഫർ ചെയ്യണത്, സോപ്പിങ്ങില്, SOAP, അതായത് സബ്ജക്റ്റീവ് ആയിട്ടും ഒബ്ജക്റ്റീവ് ആയിട്ടും. ഇപ്പം അവർക്ക് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് കഴിഞ്ഞു, അവരുടെ റിപ്പോർട്ട്സ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ അവിടെയുള്ള പേഷ്യന്റിനെ നമ്മള് ഇനി ഇവർക്ക് സിംപ്റ്റോമാറ്റിക് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടാ, എന്തെങ്കിലും നിരീക്ഷിക്കണോ, അതിന്റെ പ്ലാൻ എന്താണ്, അസസ്മെന്റ്, നമ്മുടെ വിലയിരുത്തല്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സോപ്പിങ്ങിലോട്ട് റെഫർ ചെയ്യും. എവിടൊക്കെ റെഫർ ചെയ്യും, സോപ്പിങ്ങിൽ. അപ്പൊ അവിടെ അണ്ടർലൈൻ ചെയ്യാം, the writing of progress notes in the POMR format is often referred as to dash. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടാ, സോപ്പിംഗ്. മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്, മനസ്സിലാവുന്നുണ്ടാ? ഓക്കെ, അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തിടാ. അയ്യോ 2 മീറ്റിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ സോപ്പിങ്ങില് അണ്ടർലൈൻ ചെയ്തിട്ട് അത് മാത്രമേ ഉള്ളൂ അവിടെ ക്വസ്റ്റ്യൻസ്. മറ്റേത് ഫുൾ ഫോം ഓർക്കാം, സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, അസസ്മെന്റ്, പ്ലാൻ ഓർക്കാം. പിന്നെ എന്താ, റൈറ്റിംഗ് പ്രോഗ്രസ് നോട്ടിന്റെ POMR ഫോർമാറ്റ് എന്താ, സോപ്പിങ്ങിലോട്ട് റെഫർ ചെയ്യും, അതും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉള്ളു, സിമ്പിൾ ആണ്. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ നമ്മൾ യോജിച്ച് സംയോജിച്ച് വെക്കണം. എന്താ,
All forms are combined in strict chronological order. നമ്മൾ ഇത് പഠിച്ചു. ഈ റെക്കോർഡ്സ് ഒക്കെ എങ്ങനെ നമ്മൾ യോജിക്കണം? ക്രോണോളജിക്കൽ ഓർഡറിൽ അണ്ടർലൈൻ ചെയ്യാം. എങ്ങനെയാണ്? ക്രോണോളജിക്കൽ ഓർഡറിൽ. ഓക്കെ, ക്രോണോളജിക്കൽ ഓർഡറിൽ കാലക്രമത്തിലാണ് അത് പിന്നീട് ക്രമീകരിക്കുക. പിന്നെന്താ? ഓൺ നഴ്സിംഗ് സ്റ്റേഷൻ മോസ്റ്റ് കറന്റ് എൻട്രീസ് വിൽ ബി ദ ബിഗിനിങ് ഓഫ് റെക്കോർഡ് on the discharge organized so that the complete medical records reach from admission to discharge. എന്താ? നമ്മള് പറഞ്ഞു നഴ്സിംഗ് സ്റ്റേഷനിൽ നഴ്സുമാര് അവരെ റിപ്പോർട്ട് TPR ചാർട്ടൊക്കെ നഴ്സിംഗ് നോട്ട്സിൽ നഴ്സിംഗ് റിപ്പോർട്ട് എഴുതും. ആ സമയത്ത് കറന്റ് എൻട്രീസ് പേഷ്യൻസ് വന്ന അവസ്ഥ, ബിഗിനിങ്ങിൽ പേഷ്യൻസ് എങ്ങനെയാണ് വന്ന, തുടക്കത്തിൽ വന്ന റെക്കോർഡ്സ്, ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യൻസിന്റെ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ്സ് എങ്കിലും ഉണ്ടാവും നഴ്സിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നും അതിൽ പറയാനില്ല. നഴ്സിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നഴ്സുമാരിരിക്കുന്ന റൂമില്ലേ, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞതാണ്, വീണ്ടും ചെറുതായിട്ടൊന്ന് പറയണമെന്നുള്ളൂ. നഴ്സുമാരിരിക്കുന്ന റൂമിൽ നഴ്സിംഗ് സ്റ്റേഷൻ, ആ നഴ്സിംഗ് സ്റ്റേഷനിൽ എന്തുണ്ടാവും? പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അവര് എൻട്രി ഹോസ്പിറ്റലിൽ വന്നത്, ബിഗിനിങ് ദ റെക്കോർഡ്, ഡിസ്ചാർജ് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് എന്തിലുണ്ടാവും? ആ നഴ്സിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവും. അത് റീഡ്സ് ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ്, അഡ്മിഷൻ തുടങ്ങി ഡിസ്ചാർജ് ആവണ വരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ടാവും. പിന്നെന്താ? So the patient record may have a history and physical examination followed by progress note, then nurse note, extra reports, additional progress, consultation reports and so on. എന്ന് വെച്ചാൽ എന്താ? അത് തന്നെയാണ് നമ്മൾ പേഷ്യൻസിന്റെ കാര്യങ്ങൾ, പേഷ്യന്റിന്റെ ചരിത്രം, ശാരീരികമായിട്ടുള്ള പരിശോധന, തുടർന്ന് പുരോഗതി ഉണ്ടാ, പ്രോഗ്രസ് ഉണ്ടാ, നഴ്സുമാരെ കുറിപ്പ്, എക്സ്റേ, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പേഷ്യൻസ് റെക്കോർഡ്സിൽ ഉണ്ടാവും. ഫസ്റ്റ് ഉണ്ടാവുന്നത് നഴ്സിംഗ് സ്റ്റേഷനിൽ ഇത്രയും കാര്യങ്ങള്. പേഷ്യൻസ് റെക്കോർഡ്സിൽ എന്തുണ്ടാവും? ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. അണ്ടർലൈൻ ചെയ്യാം. പേഷ്യൻസ് റെക്കോർഡ്സിൽ എന്തുണ്ടാവും? പ്രോഗ്രസ് നോട്ട്, നഴ്സ് നോട്ട്, എക്സ്റേ റിപ്പോർട്ട്സ്, അഡീഷണൽ പ്രോഗ്രസ്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്സ്. ഓക്കേടാ? ഓക്കെ, ലാസ്റ്റ് അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഇതിന്റെ ഫോട്ടോ ഇതെടുക്കണം, പ്രിന്റ് എടുക്കണം. ഏതാ? അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ട്രാൻസ്ഫർ ഈ മെഡിക്കൽ റെക്കോർഡ്സ് കഴിഞ്ഞു, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പൊ അത് എടുക്കുമ്പോ ഈ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പറയാം. ഓക്കെ, അപ്പൊ ഏതാണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രിന്റ് എടുക്കും എല്ലാവരും. അടുത്ത ക്ലാസ്സിൽ എടുത്തിട്ട് വരുമോ? ഓക്കെ, താങ്ക് യു.